അടുത്ത വാക്യത്തിൽ വായിക്കുന്ന ആകയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുന്നുണ്ട്. നന്ദിയുള്ളവരായിട്ട് കർത്താവിനെ ഭയത്തോടെ നമ്മൾ സേവിക്കണം, പ്രസാദം വരുമാറ് സേവിക്കണം. ഏറ്റവും ഒടുവിലത്തെ വാക്യം പറയുകയാണ്, നമ്മുടെ ദൈവം ആരാണ്? ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഒന്നാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ച 4 വാക്യങ്ങളിൽ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഈ ലോകം ഇളകുന്നതാണ് എന്നാണ്. കോന്നി അടക്കം, പത്തനംതിട്ട അടക്കം, കേരളമടക്കം, ഇന്ത്യയും ഏഷ്യ ഭൂഖണ്ഡവും അടക്കം ഈ ലോകരാജ്യം ഇളകും. അതാണ് ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇത് ഇളകും എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയല്ല, മറിച്ച് നമുക്കൊരു സുരക്ഷിതത്വമുള്ള സ്ഥലം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇളകാത്ത മറ്റൊരു രാജ്യമുണ്ട്. ഇനി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഓടിക്കയറാൻ പറ്റില്ല. ഇളകുന്ന രാജ്യത്തിന്, ഇളകാത്ത രാജ്യത്തിലേക്ക് ഗതികിടുമ്പം കയറി പോകാൻ പറ്റുമൊന്നുമില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ കയറുന്ന പോലെ, സെൻട്രൽ ജയിലിൽ ഓടി കയറുന്ന പോലെ ഒന്നും കയറാൻ പറ്റുകയില്ല. സെൻട്രൽ ജയിലൊക്കെ കയറാൻ നിയമങ്ങളുണ്ട്. ഈയിടെ ഒരുത്തൻ കൊച്ചിനെ കൊന്നുവെച്ച് അവിടെ ചെന്നപ്പോൾ അവന് ചെന്ന ദിവസം വ്യാഴാഴ്ചയായിരുന്നു, അന്ന് ആട്ടിറച്ചി ഉണ്ടായിരുന്നു. അവൻ തന്നെ പറഞ്ഞു കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പോൾ ഈ അവിടെ കയറാനും ഒരു രീതിയുണ്ട്. അപ്പോൾ അവിടെ കയറാൻ പാപം ചെയ്താൽ മാത്രമേ അവിടെ കയറാൻ പറ്റത്തുള്ളൂ, എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതുപോലെ സ്വർഗത്തിൽ കയറണമെങ്കിലും പ്രത്യേക ചില പ്രൊസീജിയറുകൾ ഉണ്ട്. നരകത്തിൽ പോകാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. പണ്ടത്തെ ഉപദേശിയോട് പിള്ളേർ ചോദിച്ചതുപോലെ, ഉപദേശി നിങ്ങളുടെ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി മാത്രമാണല്ലോ പ്രസംഗിക്കുന്നത്, നരകത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണം എന്ന് കളിയാക്കി ചോദിച്ചു. ഉപദേശി പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നീ ഈ പോക്കങ്ങ് പോയാൽ മതി, അവിടെ ചെന്ന് വീണോളും എന്ന് പറഞ്ഞതുപോലെ ഈ ആളുകളോട് നരകത്തിലേക്ക് പോകുന്ന കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല, പക്ഷേ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. നരകത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, പാപം ചെയ്താൽ മതി, അത് ചെയ്തോളും. 10-12 വയസ്സ് വരെ നമ്മുടെ ദൈവശാസ്ത്രത്തിൽ നമ്മൾ കർമ്മപാപങ്ങൾക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അവർ സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് മുസൽമാൻ്റെ കുഞ്ഞു മരിച്ചാലും, ഹിന്ദുവിൻ്റെ കുഞ്ഞു മരിച്ചാലും, കാർത്തിയാനിയുടെ കുഞ്ഞു മരിച്ചാലും, ഏത് കുഞ്ഞു മരിച്ചാലും സ്വർഗത്തിൽ ചെല്ലും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ആരെ പോലെ വരണം. കണ്ടോ എത്ര കറക്റ്റാണ്? മുതുക്കന്മാരെ പോലെ തിരിയാനല്ല, അവരൊക്കെ നോക്കിയാൽ നമുക്ക് പോകേണ്ട സാഹചര്യം കുറഞ്ഞു പോകും. നിങ്ങൾ തിരിഞ്ഞ് ആരെ പോലെ, ശിശുക്കളെ പോലെ നിങ്ങൾ തിരിഞ്ഞു വരണം, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ഉണ്ട് എന്ന് പറയും. ഇനി 12 വയസ്സ് കഴിഞ്ഞാണ് അവർ കർമ്മപാപത്തിലേക്ക് വരുന്നത്. അപ്പോൾ നരകം ആർക്ക് വേണ്ടിയാണ്? പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. അപ്പോൾ പിശാചിൻ്റെ മക്കളായി തീരാതെ നരകത്തിൽ പോകാൻ പറ്റില്ല. പിശാചിൻ്റെ മക്കളായിട്ട് എങ്ങനെ തീരുന്നത്? സിമ്പിളല്ലേ? പാപം ചെയ്യുന്നവൻ ആരാണ്? പിശാചിൻ്റെ മക്കളായി തീരുന്നു. അപ്പോൾ നരകത്തിലേക്ക് പോകാം. അപ്പോൾ ദൈവമക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് അതിനേക്കാൾ സിമ്പിളാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ മതങ്ങൾ അധികാരം നൽകില്ല, സംഘടനകൾ ഒട്ടും സമ്മതിക്കില്ല. കാരണം ഈ ഭണ്ണാരക്കുറ്റിയെല്ലാം ഇവിടുന്ന് പൊളിച്ച് നശിപ്പിക്കേണ്ടി വരും. ശബ്ദം വലിയ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ തൊണ്ട കുറച്ചുകൂടെ തുറക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നേ ഉള്ളൂ. ഇത് ഏതാണ്ട് കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോട്ടെ, പ്രശ്നം ഓക്കെ. അപ്പോൾ ഇതെല്ലാം പൊളിച്ചു കളയേണ്ടി വരും. അതുകൊണ്ട് വചനം പറയുകയാണ്, അവൻ നേരത്തെ തന്നെ നമുക്കെന്താണ്? അധികാരം തന്നിരിക്കുന്നു എന്നാണ്. അവൻ നമുക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ ദൈവമക്കളായി തീരുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള പ്രവേശനം നമുക്കുണ്ടാകും. അപ്പോൾ ഇത് ഇളകുന്ന രാജ്യമാണെന്ന് 26-ാമത്തെ വാക്യം, ഇളകാത്ത രാജ്യമുണ്ടെന്ന് 27-ാമത്തെ വാക്യം, ഇളകുന്ന രാജ്യത്തിൽ നിന്ന് ഇളകാത്ത രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് 28-ാമത്തെ വാക്യം. ഇനി ഇത് മൂന്നും പറഞ്ഞിട്ടും കണ്ടില്ല എന്ന് നടിച്ച്, കേട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതെല്ലാം പുറങ്ങാലുകൊണ്ട് തട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആണിപ്പഴുത്തുള്ള കരം നീട്ടി 1000 വട്ടം മാടി വിളിക്കുന്ന ഈ സുവിശേഷ പ്രഭാഷണങ്ങളുടെ നടുവിലെ യേശുക്രിസ്തു, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വേണ്ടതുപോലെ പ്രതികരിക്കുന്നില്ലെങ്കിൽ ഇതേ സുവിശേഷം തന്നെ നിങ്ങളെ ന്യായം വിധിക്കും. നിങ്ങളുടെ ന്യായവിധി തയ്യാറാക്കുന്ന ഒരു തൂലികത്തുമ്പ് കരങ്ങളിൽ പിടിച്ചവനായി, ജഡ്ജ്മെൻ്റ് തയ്യാറാക്കുന്ന ഒരു ബലിഷ്ഠനായ കരത്തിൻ്റെ ഉടമസ്ഥനായി യേശുക്രിസ്തു വീണ്ടും ലോകത്തിൽ വരും. അപ്പീലിന് ഇടയില്ലാത്ത വിധം ആധികാരികമായി അവതരിപ്പിക്കുന്ന വാക്കാണ് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അത് പറയും മുൻപ് രക്ഷയുടെ മാർഗങ്ങൾ പറയുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് സുവിശേഷ പ്രസംഗത്തിൻ്റെ കാതലായ ദൗത്യം എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ 4 വാക്യങ്ങളും കൂടെ ചേർത്ത് വെച്ച് ഒറ്റ വാചകം, ഒരു പ്രസംഗത്തിന് പേരിടണമല്ലോ.
അങ്ങനെ ഞാൻ ഈ മെസ്സേജിനൊരു പേരിടുകയാണ്, ഇളകാത്ത രാജ്യം എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഇളകാത്ത രാജ്യം എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞപ്പോൾ സത്യം പറയാമല്ലോ, ആരെങ്കിലുമൊക്കെ ഹല്ലേലൂയ പറയൂന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളുടെ ഇരിപ്പും മട്ടും മാതിരിയും വരവും ഒക്കെ കണ്ടപ്പം ആർത്ത് ഉല്ലസിച്ച് ഹല്ലേലൂയ പറയുന്നവരാണെന്ന് സ്വപ്നം കണ്ടുപോയി. ഒക്കെ ഒരു പാഴ്വാക്കായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങുന്നു. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. ഞാൻ ഈ രണ്ടാം വരവൊക്കെ പ്രസംഗിച്ചു തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറേയായി. പണ്ട് മുതലേ ഇത് പ്രസംഗിക്കുമ്പോഴൊക്കെ എനിക്ക് ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ്റെ പെങ്ങളാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ആദ്യമായി വിശ്വാസത്തിലേക്ക് വന്നത്. 50-55 കൊല്ലം മുൻപാണ്. യേശു വരുന്നു എന്ന പ്രസംഗത്തിൻ്റെ എവിടെയെങ്കിലും ഇടയ്ക്ക് ചുമ്മാ പറഞ്ഞാൽ മതി എഴുന്നേറ്റ് എന്ന് ഹല്ലേലൂയ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് യേശു വരണമെന്ന് അത്ര വലിയ ആക്രാന്തൊന്നും ആളുകൾക്കില്ല. വരുന്നെങ്കിൽ വരട്ടെ, അങ്ങേർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് പോട്ടെ എന്നുള്ള ഒരു മട്ടിലാണ് നമ്മൾ പല ആളുകളും ഇങ്ങനെ ജീവിക്കുന്നത്. ഒന്നാമത് ഈ ഒരു നിലയിലും അല്ലാത്തവർ 2 നില വീടൊക്കെ പണിതല്ലോ. പാവപ്പെട്ടവൻ്റെ പാദങ്ങൾ പാശ്ചാത്യ ലോകത്തെ കാലുകുത്തി പളപള മിന്നുന്ന കെട്ടുകൾ, നോട്ടെന്ന് പറഞ്ഞാൽ പോരാ, നോട്ട് കെട്ടുകൾ കയ്യിലൊക്കെ വന്നല്ലോ. നമുക്കപ്പോൾ ഇവിടെ ഈ കാൽക്കുലേറ്ററിനകത്ത് തൊട്ടുകൂട്ടി കണക്കുകൾ കൂട്ടുന്ന, കമ്പ്യൂട്ടറിനകത്ത് അതേ കൈവിരൽ തുമ്പുകൾ കൊണ്ട് കവിതകൾ വിരിയിക്കുന്ന പുത്തൻ വിനിമയ വിദ്യയുടെ ഉത്തരാജിക്കുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ ഈ യന്ത്ര മനുഷ്യനോട്, ഒന്നിനും കുറവില്ലാത്ത ഈ മനുഷ്യനോട് യേശു വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് ഇത്ര വലിയ താല്പര്യം ഉണ്ടാവുക? മൂവാറ്റുപുഴയിൽ 6 ദിവസം ഞാൻ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിച്ച അനന്തരം പാട്ടുപാടിയ സഹോദരിയുടെ മകൻ 6-ാം ദിവസത്തെ എൻ്റെ ഓർഡർ കോളിൻ്റെ ശൈലി കണ്ടപ്പോൾ ഞാൻ വാവിട്ട് കരയുന്നു. ആളുകൾ കണ്ണുനീരോടെ പ്രസംഗങ്ങൾ ഏറ്റെടുക്കുന്നു, തീരുമാനമെടുക്കുന്നു. അവൻ്റെ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മമ്മി, ഇങ്ങേരിപ്പോൾ യേശു വന്നേ പറ്റത്തുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിക്കാരനാണല്ലോ, 6 ദിവസമായി ഈ പുള്ളി ഇതല്ലാതെ വേറെ ഒന്നും പ്രസംഗിക്കുന്നില്ലല്ലോ. ഒരു സംശയം, അങ്ങേരെ ഇപ്പം ഇത്ര ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരാൻ ഇവിടെ ആർക്ക് എന്ത് സംഭവിച്ചിട്ടാണ് എന്നവൻ അമ്മയോട് ചോദിച്ചു. അവൻ്റെ അപ്പൻ ഗൾഫിലാണ്. അന്നത്തെ 500-ൻ്റെ മഞ്ഞ നോട്ട് സ്ട്രോബറിക്കും പിസ്താക്കും വഴി മാറുന്ന കാലം. 2-3 ദിവസം കൂടുമ്പം തീർന്നോടാ എന്ന് ചോദിച്ച് 500 നോട്ടെടുത്ത് കൊടുക്കുന്ന ആ അമ്മയുടെ മകൻ അങ്ങനെ ചോദിച്ചതിൽ എനിക്ക് ഒരത്ഭുതം തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ യൂത്ത് പിള്ളേർ യേശു വരുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞില്ല എന്ന് കരുതി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കുറച്ച് മൂത്തതും ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവരും ഒരു സ്തോത്രം പറയുന്നില്ല എന്നുള്ളതിനകത്ത് എനിക്ക് എവിടെയോ ഒരു സങ്കടം തോന്നിയിട്ടുണ്ട്. ഇനി നിങ്ങളൊക്കെ സ്തോത്രം പറയുന്നതിനനുസരിച്ച് പ്രസംഗത്തിൻ്റെ റേഞ്ച് കൂടുന്ന ഒരാളല്ല ഞാൻ ശവക്കോട്ടെ പ്രസംഗിക്കേണ്ടി വന്നാലും പറയാനുള്ളത് പറയും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേലും പറയും, പറഞ്ഞാലും പറയും. ഒരു കാര്യം ഞാൻ പറയാം, ഈ കാലങ്ങളൊന്നിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ തൻ്റെ സഭയെ ചെറുക്കുവാൻ യേശു വരും. അതുകൊണ്ടാണ് പതിവില്ലാത്ത വിധം ഇവിടെ കോന്നിയിലൊക്കെ ഉണർവ് എന്ന പേരിൽ സംഗതികൾ ആരംഭിച്ചിരിക്കുന്നത്. ഉണർവ് എന്ന വിഷയത്തിന് അകത്തളങ്ങളിൽ പ്രസംഗിക്കാൻ വിളിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ആ സബ്ജക്റ്റ് മാത്രം എടുത്തിട്ട് ഒരു 2 മണിക്കൂർ പ്രസംഗിക്കുമായിരുന്നു. കാരണം ഈ അടുത്തയിടെ ഞാൻ വെയിൽസിലെ ഉണർവ് നടന്ന ഇവാൻ റോബർട്സിൻ്റെ സ്ഥലം കൂടെ സന്ദർശിച്ച് വരികയാണ്. അവിടുത്തെ കാര്യം മാത്രം പറയാൻ എനിക്കൊരു 1/2 മണിക്കൂർ വേണം. പക്ഷേ ഒരു കൺവെൻഷൻ്റെ വേദിയിൽ അതിനുള്ള ആരാധനയും മറ്റു കാര്യങ്ങൾക്കും സമയം കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്ത് കടക്കുന്നില്ല. പരമാർത്ഥമായ മനസ്സുകൾ ഉണർത്തപ്പെടുവാൻ ഈ സന്ദേശം മതിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അന്ന് അവൻ്റെ ശബ്ദം ഭൂമിയെ ഇളക്കി എന്ന കാര്യം ഈ പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഭൂമി സൃഷ്ടിക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1-ാം അധ്യായത്തിൽ കാണുന്ന വേദഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഭൂമി വെള്ളത്തിന് അടിയിലാണ്. യഹോവ പറയുകയാണ്, വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ. 79% വെള്ളം ഒരു സ്ഥലത്ത് കൂടി. അതിന് സമുദ്രം എന്ന ദൈവം പേരിട്ടു. ശേഷിക്കുന്ന 21% ഉണങ്ങിയ നിലത്തിന് ഭൂമി എന്ന് പേരിട്ടു. ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ആദ്യമായിട്ട് ദൈവം ഭൂമി സൃഷ്ടിച്ചത് വെള്ളത്തിനടിയിലാണെന്ന്. അല്ല, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് വെള്ളത്തിന് മുകളിലാണ്. 136-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെയാണ് ആ വാക്യം കാണുന്നത്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്.
അപ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് വെള്ളത്തിൻ്റെ മുകളിൽ തന്നെയാണ്. അതാണ് ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പാഴായും ശൂന്യമായും തീർന്നു എന്ന ഒന്നാമത്തെ വാക്യത്തിനും രണ്ടാമത്തെ വാക്യത്തിനും ഇടയിലുള്ള 4 തിയറികൾ. യാം തിയറി, ഗ്യാപ് തിയറി, തിരമാലകളുടെ സിദ്ധാന്തം, യഹോവയുടെ 1000 സംവത്സരം, നമ്മുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ നമ്മുടെ 1000 സംവത്സരങ്ങളെ യഹോവയുടെ ഒരു ദിവസമായി കാണുന്ന ദൈവത്തിൻ്റെ ദിവസങ്ങളുടെ സിദ്ധാന്തം. ഇവിടങ്ങളിൽ സംഭവിച്ച കാര്യമാണ് യെഹെസ്കേൽ 28, യെശയ്യാവിൻ്റെ പ്രവചനം 14. ഈ സംഭവങ്ങൾ ആസ്പദമാക്കുമ്പോൾ ആദാമിൻ്റെ കയ്യിൽ കൊടുത്തത് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട, പുനർനിർണയിക്കപ്പെട്ട ഒരു ഭൂമിയാണ്. ഇന്ന് നാം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിലെ ആദ്യ മനുഷ്യനാണ് ആദാം. കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ ഇതിനെ നന്നായിട്ട് നടത്തണം, പാപമൊന്നും ചെയ്യരുത്, നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷഫലം നീ തിന്നരുത്. അരുത് എന്നൊരു വാക്ക് കേൾക്കാനിരിക്കുകയാണല്ലോ നമ്മൾ, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ലംഘിക്കാനായിട്ട്. അതുകൊണ്ട് അതങ്ങോട്ട് തെറ്റിച്ചു കഴിഞ്ഞ ഉടനെ സംഭവിച്ച കാര്യം അറിയാമല്ലോ. ഈ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് സമാധാന കരാറിൽ ഒപ്പുവെച്ചു. മഷി ഉണങ്ങും മുൻപ് അതിർത്തിയിൽ വെടിപൊട്ടി എന്ന പത്രക്കാരുടെ ഭാഷ പറയുന്ന പോലെ 6-ാം അധ്യായം വന്നപ്പോഴേക്കും അതേ പാപം വീണ്ടും വർദ്ധിച്ചു. അങ്ങനെ നോഹയുടെ കാലഘട്ടം വന്നപ്പോഴേക്ക് ഈ ഭൂമിയെ ദൈവം തമ്പുരാൻ അരരാത്തിൻ്റെ മുകളിൽ വരെ വെള്ളത്തിനകത്തിട്ട് കഴുകി. നമ്മുടെയൊക്കെ ഷർട്ടുകൾ പഴയതാകുമ്പോൾ അതിനകത്ത് കാരം ഇട്ട് പുഴുങ്ങി അലക്കാറുണ്ട്. സൂപ്പർ വൈറ്റ് പണ്ട് മുക്കാറുണ്ട്, പിന്നെ സ്റ്റിഫ് ആൻഡ് ഷൈൻ മുക്കാറുണ്ട്. ഇപ്പം ഒരു തരം പൊടിയാണ്, കണ്ടാലറിയാം വടി പോലെ ഒരു വരവാണ്. അപ്പോൾ അതെല്ലാം മാറി മാറി വന്ന സംഭവങ്ങളാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, മോനെ ഈ ഭൂമിയെ ഞാൻ 2 പ്രാവശ്യമായിട്ട് വെള്ളത്തിനകത്തിട്ട് കഴുകുകയാണ്. 1 ആദാമിൻ്റെ കാലഘട്ടത്തിൽ, 2 നിൻ്റെ കാലഘട്ടത്തിൽ. കഴുകുന്നുണ്ട്, കുഴപ്പമില്ല, പക്ഷെ പിഴിയുന്നവൻ ഞാനായതുകൊണ്ട്, ഞാനിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവനല്ലോ, ഓൾമൈറ്റി ഗോഡ്, സർവശക്തനാണ്, പിഴിയുമ്പോൾ പിഞ്ചുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇനി ഞാൻ 3ാമത് ഇതുപോലെ നിങ്ങൾ പാപം ചെയ്താൽ ഈ ഭൂമിയെ ഞാൻ വെള്ളത്തിനകത്തിട്ട് കഴുകില്ല. കാരണം ഇനി ഇത് കഴുകി പിഴിഞ്ഞാൽ പിഞ്ചി കീറിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇനി കഴുകാൻ നിൽക്കില്ല, ഇതിനെ കത്തിച്ച് കളയും. ഇതിനെ കത്തിച്ച് കളഞ്ഞിട്ട് പുതിയ ഒരാകാശം, പുതിയൊരു ഭൂമി ഇവിടെ ഞാൻ സ്ഥാപിതമാക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. വെള്ളത്താൽ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്നുള്ളതിൻ്റെ തെളിവിനായി ഒരു തെളിവും വെച്ചിട്ടുണ്ട്. മേഘത്തിൽ ഞാൻ എൻ്റെ വില്ല് വെക്കുന്നു. അതാണ് മഴവില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളം കൊണ്ട് ഭൂമിയെ ദൈവം നശിപ്പിക്കുകയില്ല. അപ്പോൾ ഒരു കാര്യം നമുക്ക് ചോദിക്കാനുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായി കേരളത്തിൽ ഒരു 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 എന്താ പറയുക, ഒരു അസാധാരണമായ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 വർഷമല്ല, ഒത്തിരി കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ തൃശ്ശൂരിൻ്റെ സ്വന്തം മന്ത്രി CPIയുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു സഖാവ് KP രാജേന്ദ്രൻ. അദ്ദേഹമാണ് ഇവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നത്. അന്ന് കേന്ദ്രത്തിൻ്റെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി മരിച്ചുപോയ ഡോക്ടർ അംബരീഷ് ആയിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് കൊടുത്ത ഒരു കത്തുണ്ട്. ആ കത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അന്ന് പത്രമാധ്യമങ്ങൾ വെളിയിൽ വിട്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നത്, ഒരു കാലത്ത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇപ്പോഴത്തെ സീമാന്ധ്ര, ഈ സ്റ്റേറ്റുകളൊക്കെ ദക്ഷിണേന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്റ്റേറ്റുകളെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ വിളിച്ചൊരു പേരുണ്ട്, ഓമന പേരാണത്, ദ സൗത്ത് ഇന്ത്യൻ ഫീൽഡ്. മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ പച്ചപ്പുൽ തകിടി, ഇന്ത്യയുടെ പരിച. വടക്കേ ഇന്ത്യയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നാണ് ശാസ്ത്രം ഒരു കാലം വരെ കരുതിയിരുന്നത്. അതിനകത്തൊക്കെ നമ്മൾ ഒത്തിരി അഹങ്കരിച്ചിട്ടുണ്ട്. പോരാത്തതിന് കേരളത്തിൻ്റെ വേറൊരു പേരും കൂടെ ഇട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. തിരുത്തേണ്ടതായിരുന്നു, ദൈവങ്ങളുടെ എന്ന് തിരുത്തേണ്ടതായിരുന്നു. ഏതായാലും പീലാത്തോസ് പറഞ്ഞതുപോലെ എഴുതി അവിടെ കിടക്കട്ടെ. 14 ജില്ലയ്ക്ക് നമ്മൾ ഓമന പേര് വേറെ ഇട്ടു. തിരുവനന്തപുരം എംപ്ലോയീസിൻ്റെ നാട്, കൊല്ലം കശുവണ്ടി ഫാക്ടറികളുടെ നാട്, കോട്ടയം അക്ഷരത്തിൻ്റെ തിരുമുറ്റം, ആലപ്പുഴ വിപ്ലവത്തിൻ്റെ വിത്ത് വീണ മണ്ണ്, എറണാകുളം കവന്നു വീണാൽ കാപ്പണം ബിസിനസ്സിൻ്റെ കേന്ദ്രമാണ്, മെട്രോ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തറവാട്, അല്ലെങ്കിൽ സാംസ്കാരിക തിലകക്കുറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ, കോഴിക്കോട് ബേക്കറി, കണ്ണൂർ സ്പോർട്സ്, കാസർഗോഡ് ഗൾഫുകാരുടെ മിനി ഗൾഫാണ്, ഇടുക്കിയും വയനാടും
സുഗന്ധവ്യഞ്ജനങ്ങളുടെ നിറക്കൂട്ടണിഞ്ഞ, സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുൽക്കൊടിത്തുമ്പിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മഞ്ഞുകണങ്ങൾ കൂട്ടിമുട്ടി പുഴയായി കൈവഴിയായി വരുന്ന ദൃശ്യ മനോഹര വിസ്മയ വിരുന്നൊരുക്കുന്ന വർണ്ണാഭമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന 2 സ്ഥലങ്ങൾ, ഒന്ന് ഇടുക്കി, 2 വയനാട്. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് സൂചിക്ക് കുത്തുന്നവർ നോക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങളുടെ പത്തനംതിട്ട മറന്നല്ല, നിങ്ങളെ തിരിച്ചു കുത്താൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്താണ് പത്തനംതിട്ട? അതാണ് ആത്മീകത്തിൻ്റെ അടിത്തറ. അങ്ങനെയാണ് പത്തനംതിട്ടയെക്കുറിച്ച് പറയുന്നത്. അവിടാണ് ശബരിമല, അവിടെയാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ, അവിടെയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സംഗമവേദിയായ മാരാമൻ കൺവെൻഷൻ. തിരുവല്ല മുതൽ കോഴഞ്ചേരി വരെ ബസ്സുകളിൽ കയറി യാത്ര ചെയ്യുന്ന ഒരാൾ 2 വശത്തേക്ക് നോക്കിയാൽ ഉയർന്നു കാണുന്ന മുഴുവൻ ബിൽഡിങ്ങുകളും ഏതെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെട്ടവരുടെ ആയിരിക്കും. എല്ലാ രക്ഷിക്കപ്പെട്ടവരുടെയും കേന്ദ്ര തലസ്ഥാന നഗരി എന്ന് പറയുന്നത് ഈ കുമ്പനാട് കോഴഞ്ചേരി ഭാഗങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ അങ്കമാലി, കറുകുറ്റി, ചാലക്കുടിക്കാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ പുതിയ യെരൂശലേം കുമ്പനാടാണെന്നാണ് പറയുന്നത്. കുമ്പനാടൊക്കെ പോയി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ, അവിടെ കാല് കുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ കാലേന്ന് ചെരുപ്പ് ഊരിയിട്ടേച്ച് വേണം കുത്താൻ എന്നുള്ള വിശുദ്ധന്മാരുടെ പരിപാവനമായ പുണ്യഭൂമി എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അവിടുത്തുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും PV ആശാരി ഉപദേശിച്ച് അതിനെക്കുറിച്ച് നല്ലൊരു കമൻ്റ് പണ്ട് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ഞാൻ കുമ്പനാട് പ്രസംഗിച്ചു, 10 പേർ രക്ഷിക്കപ്പെട്ടു, 7 പാപികളും 3 ഉപദേശിമാരും. അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് ഞാനത് അങ്ങോട്ട് വിടുകയാണ്. അത്രയും ഉപദേശിമാരെ തിരക്കും തൊക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. എന്താ പത്തനംതിട്ടയ്ക്ക് പ്രശ്നം? ഇവിടെ AK ആൻ്റണി ശ്രീമാൻ ഇനി കേരളം ഭരിച്ച സമയത്ത് അന്ന് പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായിരുന്ന തിരുവല്ലയിലാണ് അടിയന്തരമായി കുടുംബ കോടതി സ്ഥാപിച്ചത്. അപ്പോൾ ഇവിടെ അധ്യാത്മ രാമായണം ഇല്ലാത്തതല്ല പ്രശ്നം, ഖുറാൻ വിൽപ്പനയ്ക്കില്ലാത്തതല്ല പ്രശ്നം, കുമ്പനാട് ജുവല്ലറി ഇല്ല, സിനിമാ കോട്ടയില്ല, മദ്യഷാപ്പില്ല. ഇതെല്ലാം ശരിയാണെങ്കിലും ഏത് ബാർബർ ഷാപ്പിൽ ചെന്നാലും സിയോൻ മണാളനെ എന്ന പാട്ട് കേൾക്കാം. ഇതൊക്കെ ശരിയാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ, ഈ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകൾ നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കുടുംബ കോടതികൾ, കുടുംബ കേസുകൾ കെട്ടിക്കിടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാന്ന് മനസ്സിലായില്ലോ. ആധ്യാത്മ രാമായണമോ ഖുറാനോ ബൈബിളോ ഇല്ലാത്തതോ പ്രസംഗിക്കുവാൻ ഇവിടെ പൂജാരിയോ പുരോഹിതനോ ഇല്ലാത്തതോ അല്ല പ്രശ്നം. ദൈവങ്ങൾ ഇല്ലാത്തതല്ല ഇവിടെ പ്രശ്നം, ദൈവ ഭയമില്ലാത്തതാണ് ഇവിടെ പ്രശ്നം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ള കേരളത്തിന് സംഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളാണ് ആ കത്തിനകത്തുണ്ടായിരുന്നത്. ഇടിമിന്നലിന് 1-ാം സ്ഥാനം, മദ്യപാനത്തിന്റെ 1-ാം സ്ഥാനം, കൊലപാതകങ്ങൾക്ക്, ക്രിമിനൽ കേസുകൾക്ക്, ഡിവോഴ്സിന് ഒക്കെയുള്ള 1-ാം സ്ഥാനത്തേക്ക് കേരളം ഏതാണ്ട് കുതിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ചാലക്കുടിയാണ് കുടിയന്മാരുടെ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത്. ആരാണ് ആ പേരിട്ടെന്നറിയില്ല, അറിഞ്ഞ് അറം പറ്റിയതിൻ്റെ പേരാണ് ചാലക്കുടി. കുടിയന്മാരുടെ ഒരു നാടാണ്. 2 വർഷം മുൻപ് അത് ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഒരു കുടമാറ്റം നടന്നിരുന്നു. കഴിഞ്ഞ വർഷം പൂർവാധികം ശക്തിയോടെ ഞങ്ങളതങ്ങോട്ട് തിരിച്ചു പിടിച്ച് ഇപ്പോഴും ആ റെക്കോർഡ് അങ്ങനെ തകർക്കപ്പെടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ഭൂകമ്പം നമ്മുടെ നാട്ടിലേക്ക് വന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ എങ്ങാനും കമ്പനം ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന കമ്പനം നേപ്പാൾ, തൊട്ടടുത്ത ബീഹാർ, അതിനടുത്ത് ഡൽഹി, പിന്നെ ഉണ്ടാകുന്ന 4-ാമത്തെ സ്ഥലം എവിടെയാണ്? കേരളത്തിൽ ഹൈക്കോടതിക്ക് അടിയിലാണ് 4-ാമത്തെ കമ്പനം ഉണ്ടാകുന്നത്. AD 2000, 2001, 2002. കേരളത്തിന്റെ 780 കിലോമീറ്റർ ദൂരത്തിൽ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി ജില്ലയുടെ സംഗമവേദിയായ പാറത്തോട്, തീക്കോയ്, ഈരാറ്റുപേട്ട, വാഗമൺ, കുട്ടിക്കാനം, ഈ സ്ഥലങ്ങളിലൊക്കെ 33 പ്രാവശ്യം കമ്പനമുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും മലയാളിക്കൊരു പഴഞ്ചൊല്ലാണ് പരിചയം, പാലം കുലുങ്ങിയാലും അതറിയാമല്ലേ. കേളൻ എന്ന് നമ്മളെ കളിയാക്കിയിട്ട കോമാളി പേരാ, കേളൻ കുലുങ്ങുകയില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ പ്രസംഗത്തിലൂടെ നിങ്ങളെ കുലുക്കി ഉണർത്തുന്നൊരു സന്ദേശം, ഇനി അധികം കാലങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കണം. റോമൻ കാരാഗ്രഹത്തിന്റെ അടിത്തറ ദൈവം കുലുക്കിയത് ഈ കാരാഗ്രഹ പ്രമാണി പൂട്ട് ഇട്ടതിനു ശേഷമായി താക്കോൽ വലിച്ചെടുത്ത് ഇടത്തെ കൈകൊണ്ട് ഒന്നുകൂടെ വലിച്ചു ഉറപ്പിച്ച് പൂട്ടു വീണു എന്ന് വിചാരിച്ച് ആ താക്കോൽ കൈവശം വെച്ചവന്റെ അടിത്തറ കുലുക്കാനാണ് കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുക്കിയത്. അല്ലാതെ പൂട്ടു തുറക്കാനല്ല. പൂട്ടു തുറക്കാനായിരുന്നെങ്കിൽ ഇത്ര വലിയ ഭൂകമ്പത്തിന്റെ ആവശ്യമില്ല. ദാനിയേൽ അകത്ത് കിടക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതന് അകത്ത് ചെന്ന് അവനെ വിടുവിക്കുവാൻ, സിംഹത്തിന്റെ വായടപ്പിക്കുവാൻ കഴിയും. കാരാഗ്രഹ പ്രമാണികൾക്ക് നടുവിൽ കിടക്കുന്ന പത്രോസിനെ കരം പിടിച്ച് 1-ാമത്തെ കാവൽ കടന്ന് 2-ാമത്തെ കാവൽ കടന്ന് പട്ടണത്തിന്റെ വാതിക്കൽ എത്തുമ്പോൾ ഇരുമ്പ് ഗേറ്റ് താനേ തുറന്ന് പ്രാർത്ഥിക്കുന്ന സഭയുടെ വാതിക്കൽ എത്തിക്കുവാൻ ദൈവത്തിന്
ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ ഭൂകമ്പങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് അടിത്തറകൾ കുലുങ്ങുമ്പോൾ മനസ്സിലാക്കണം, ഇവിടുത്തെ പൂട്ടുകൾ തകർക്കാനല്ല, ആർക്കും തുറക്കാൻ കഴിയാത്തതിന്റെ ഹൃദയത്തിന്റെ പൂട്ടുണ്ടല്ലോ, അത് ഇളക്കാനാണ് നീ ഇരിക്കുന്ന ഇടം ഇളകുന്നത് എന്ന് മനസ്സിലാക്കണം ദൈവമക്കൾ. അതുകൊണ്ട് ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ വന്നൊരു സാധനമാണ് ജലപ്രളയം. നമ്മുടെ അവൾ വായിച്ചില്ലേ, സൂചിപ്പിക്കുന്നു. എന്ത് സൂചിപ്പിക്കുന്നു? അന്ന് അവന്റെ ശബ്ദം ഭൂമി ഇളക്കി, ഇനി ഒരിക്കലും അവൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് സൂചിപ്പിക്കുന്നു. എന്ത് സൂചിപ്പിക്കുന്നു? എന്താണ് ഈ സൂചിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ നാട്ടിൽ, ഞാനൊക്കെ പണ്ട് വേങ്ങൂർ മാർക്കോമായി സ്കൂളിൽ 43 ദിവസമാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമരം ചെയ്തത്. എൻ്റെ പേരൊക്കെ പത്രത്തിനകത്ത് വന്നു. എൻ്റെ പൊന്നേ, പത്രത്തിൽ 10ാം ക്ലാസ്സിൽ പേര് വായിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പത്രത്തിൽ പേര് വന്നല്ലോ. അത് കുപ്രസിദ്ധിയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും മോളിയൊന്നും ഇല്ലെങ്കിലും പേര് വന്നല്ലോ. അന്ന് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ കുരുത്തം കെട്ടവർക്ക് ഒരു മുദ്രാവാക്യമുണ്ട്. എന്നാ മുദ്രാവാക്യം എന്നറിയാമോ? സൂചനയാണിത്, സൂചനയാണ്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, പുറകിൽ നിന്നൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഗുരുത്തം കെട്ടവനായി ഉണ്ടായിരുന്നുള്ളെന്ന്. നരകത്തിലേക്കാണെങ്കിൽ ഒരു കൂട്ടുണ്ടല്ലോ എന്ന് കള്ളൂടിയും പറഞ്ഞതുപോലെ എൻ്റെ പുറകിലും അങ്ങനെ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളൊക്കെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ സ്കൂളേ കാണത്തില്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പം അന്ന് ഞങ്ങൾ പറയുന്ന വാക്കാണ് ഇത്, സൂചനയാണ്. സൂചന കണ്ട് പഠിക്കണം. എന്ത് പഠിക്കണം? കഴിഞ്ഞ 2 വർഷങ്ങൾ അടുപ്പിച്ച് ജലപ്രളയം വന്നു. 44 നദികൾ ഒഴുകുന്ന, കിഴക്കോട്ടൊഴുകുന്ന കബനി അടക്കമുള്ള ഈ നദികളെ പുണ്യാന്മാരുടെ പുണ്യ തീർത്ഥങ്ങളായും ദേവീദേവന്മാരായും സങ്കല്പിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് 2 വർഷമായി കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. വിദേശ രാജ്യത്തുള്ളവര് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല ഓഗസ്റ്റ് മാസത്തിൽ. എന്താ കാര്യം? സ്വാതന്ത്ര്യദിനമായതുകൊണ്ടല്ല, തിരിച്ചു പോകാൻ എയർപോർട്ടിനകത്ത് ഫ്ലൈറ്റ് സർവീസ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ജൂൺ മാസത്തിൽ മഴ വരണേ എന്നാഗ്രഹിച്ച് നമ്മളിപ്പം ഏത് തരത്തിലുള്ള മഴയാ വരുന്ന അറിയാൻ മേലാത്തതുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വല്ലതും പഠിച്ചോ? കോന്നിക്കാര് വല്ലതും പഠിച്ചോ? പത്തനംതിട്ടക്കാര് വല്ലതും പഠിച്ചോ? ഈ ജലപ്രളയം അങ്ങനെ നമ്മളെ അധികം ബാധിക്കാറില്ല. ഞാൻ പത്തനംതിട്ടയിലാണ് പ്രസംഗിക്കുന്നെങ്കിലും ഉള്ളതുപോലെ പറയാതെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇടുക്കി, വയനാട്, പത്തനംതിട്ട 3 ജില്ലക്കാർക്ക് ഒരു അഹങ്കാരം, ക്ഷമിക്കണമേ, എവിടെയോ ഉള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ജലപ്രളയം വരില്ല. മലയോര പ്രദേശങ്ങളായതുകൊണ്ട് വല്ലപ്പോഴും ഒരു വൻമരങ്ങാനും കടപൊഴുകി 2 വീടങ്ങോട്ട് പോകുന്നല്ലാതെ ഞങ്ങളെ ഒന്നും ജലപ്രളയം ബാധിക്കില്ല എന്നൊരു ചിന്ത ഇവിടുത്തെ അച്ചായന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റാന്നി അച്ചായന്മാർക്കൊക്കെ ജലപ്രളയം എന്ന് കേൾക്കുമ്പോഴേ പേടിക്കേണ്ടത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് എറണാകുളം കുളമാണല്ലോ. 2 തിരുവനന്തപുരം പുരമാണല്ലോ. ഒറ്റ മഴ പെയ്താൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിനകത്ത് മുങ്ങും. ഒറ്റ മഴ പെയ്യേണ്ട, മഴ കണ്ടാൽ മതി എറണാകുളം കുളമാകും, കൊതുകാണ് എമ്പളവും. അപ്പൊ പിന്നെ പറയേണ്ട കാര്യവുമില്ലല്ലോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 2 പ്രാവശ്യം ജലപ്രളയം വന്നപ്പോഴും എറണാകുളത്തെ കളമശ്ശേരി വരെ വെള്ളപ്പൊക്കം വന്നിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് വെള്ളപ്പൊക്കം വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നോക്കുക, തിരുവനന്തപുരത്ത് 2 പ്രാവശ്യവും ഒറ്റ ട്രെയിൻ സർവീസും മുടങ്ങിയിട്ടില്ല. ട്രിവാൻഡ്രത്ത് ആർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. പകരം ഈ ജലപ്രളയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഇടുക്കിയുടെ സ്ഥിതി എന്താ പ്രിയപ്പെട്ടവരെ? ഉണ്ടാകില്ല എന്ന് വിചാരിച്ച വയനാടുകാരുടെ സ്ഥിതി എന്താ? ഉണ്ടാവില്ല എന്ന് വിചാരിച്ച പത്തനംതിട്ടക്കാരുടെ സ്ഥിതി എന്താ? റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് നിങ്ങൾക്കറിയാമല്ലോ, അതിന്റെ താഴെയാണ് പല ഷട്ടറുകളും കടകളൊക്കെ പ്രവർത്തിക്കുന്നത്. 1 മാസത്തോളം ഒരു പ്രൈവറ്റ് ബസ്സിന് മേളിലാണ് വെള്ളം കയറിയത്. അപ്പൊ എന്ത് മനസ്സിലായി? 24 മണിക്കൂറും വെള്ളം കയറും ഭീതിപ്പെടുത്തിയ എറണാകുളത്ത് വെള്ളം കയറിയില്ല, ട്രിവാൻഡ്രത്ത് വെള്ളം കയറിയില്ല. എന്താ കയറാത്തെന്നറിയാമോ? ആ പാവത്തങ്ങളാണ് 12-10 എസ് ലോറിക്കകത്ത് അവരെ വള്ളവും കെട്ടി നമ്മൾ രക്ഷിക്കാൻ വേണ്ടി വന്നത്. ആരോട് പറയാൻ? സ്തോത്രം. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ കൊമ്പുകളൊക്കെ ദൈവം നമ്പുരാൻ ഒടിച്ചിട്ട സമയങ്ങളായിരുന്നു അതെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം വ്യക്തമായി പറയുകയാണ്. ചില ആളുകൾ വിചാരിച്ചു ഹെയർപിൻ വിളവ് 9 കയറിയിട്ട് വയനാട്ടിലേക്ക് വെള്ളം വരില്ല. അങ്ങനെയൊക്കെയാണ് വെള്ളം വരുന്നത്. 65 മൈൽ ദൂരത്താണ് നോഹ പെട്ടകം പണിത് വെച്ചത്. പക്ഷേ തോട് കയറിയല്ല വെള്ളം വന്നത്. കടൽ കിടക്കുന്ന വെള്ളത്തെ നീരാവിയായി പൊക്കിയെടുത്ത് ഒരു കാർമേഘത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു നിർത്തി. ഒരു വടതിക്കാറ്റും തെന്നിക്കാറ്റും ചുഴലിക്കാറ്റും പെരുങ്കാറ്റും
കൊടുങ്കാറ്റും വേണ്ടി വന്നാൽ ഈശാനമുല്ലം അടിപ്പിച്ച് ഇടവപ്പാതിക്ക് ഇടിവെട്ടി മഴ പെയ്യുന്നത് പോലെ തുള്ളിക്കൊരു കുടം പെയ്യുന്ന തുലാവർഷം എന്ന കണക്കെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് താഴ്വരയെ വെള്ളം കൊണ്ട് നിറച്ച് പെട്ടകത്തെ ഉയരത്തിലെത്തിക്കുവാൻ ദൈവം ശക്തനായതുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ 14 ജില്ലകളും സുരക്ഷിതത്വ മണ്ഡലങ്ങളല്ല എന്ന് മനസ്സിലാക്കുവാൻ 2 അവസരങ്ങൾ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. പക്ഷെ ഇവിടെയൊന്നും ദൈവമക്കൾ ഭാരപ്പെടേണ്ടതില്ല. ഞങ്ങൾ ഇതിനകത്തൊന്നും സുരക്ഷിതത്വം കണ്ടെത്തിയിട്ടുമില്ല. നിങ്ങളുടെ ബഹുനില മന്ദിരങ്ങളിലോ നിങ്ങളുടെ ഈടുറ്റ മുറികൾക്കകത്തോ AC റൂമിനകത്തോ മലമണ്ടക്കകത്തിരിക്കുന്ന വീടുകൾക്കോ ഞങ്ങളാരും സുരക്ഷിതം കരുതിയിട്ടില്ല. അമേരിക്കൻ പടയാളികളാണ് ബങ്കറുകൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈനെ വേരോടെ അവർ പൊക്കിയെടുത്തത്. അവർക്ക് മറയാൻ ബങ്കറുകൾ ഉണ്ട്. ലോകത്തിൽ ഒരു കാലഘട്ടത്തിൽ സുപ്രസിദ്ധ സൈന്യമായിരുന്ന റഷ്യൻ പടയാളികൾക്ക് മറയുവാൻ അവിടെ കോക്കസ് പാറകൾ ഉണ്ട്. ഇന്ത്യൻ പടയാളികൾ മറയുന്നതാണ് കാർഗിൽ മലനിരകൾ. ഞങ്ങൾ ചോദിക്കട്ടെ, വേദപുസ്തകം എടുത്തോണ്ട് തേരാപ്പാല ഇങ്ങനെ പരസ്യമായിട്ട് നടക്കുന്ന, ആര് വെടിവെച്ചാലും ആര് വടി കൊണ്ടടിച്ചാലും കോടിയുടെ കഴുത്ത് വെട്ടുന്ന പോലെ ഓരോ സർക്കാരുകൾ മാറി വരുമ്പോഴും 500ഉം 600ഉം പേര് 5 വർഷം കൊണ്ട് ശിരസറുക്കപ്പെടുന്ന ഈ ഭാരതത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ അടക്കം ഇതുവരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മന്ദീഭവിച്ച അവസ്ഥ ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആരെ തലയെടുക്കുമെന്ന് പറഞ്ഞാലും വേദപുസ്തകം എടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഞങ്ങൾ മറയുന്നത് ബങ്കറുകളിൽ അല്ല, ഞങ്ങൾ മറയുന്ന കോക്കസ് പാറകളിൽ അല്ല, ഞങ്ങൾ മറയുന്നത് ഇവിടുത്തെ ഇന്ത്യൻ പടയാളികൾ മറയുന്ന കാർഗിൽ മലനിരകളിലല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. ഞങ്ങൾ അനുഭവിച്ചത് ആ മറവ് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന സർവശക്തന്റെ നിഴലിൻ കീഴെ പാർക്കുന്ന നിങ്ങളുടെ AK-47 മിസൈലിനും പേട്രിയറ്റിനും ഞങ്ങളുടെ യഹോവയുടെ ചിറകുമതി ഞങ്ങളെ മറയ്ക്കാനെന്ന് 2019 അനുഭവിച്ചവർ ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ ആ കരമൊന്ന് ചേർത്തടിച്ചു ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. യഹോവയുടെ മറവ് മതി ഞങ്ങൾക്ക് മറയാൻ. എന്ത് പഠിച്ചു നമ്മൾ? ഈ യോഗം ശരിക്കും വെക്കേണ്ടത് കോന്നി സിറ്റിയിലായിരുന്നു. കുറച്ചും കൂടി ആവേശത്തോടെ ഞാൻ പ്രസംഗിച്ചേനെ. എന്ത് പഠിച്ചു കോന്നിക്കാർ? എന്ത് പഠിച്ചു? പഠിച്ചത് ഞാൻ പറയാം എന്താ പഠിച്ചതെന്ന്. എന്നെ കണ്ടപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഫാസ്റ്ററിന്റെ പ്രസംഗമല്ല, ഞാൻ യൂട്യൂബിൽ കിടക്കേണ്ടിട്ടോ, അടിപൊളി പ്രസംഗമാണ്, നല്ല സുന്ദരമായ പ്രസംഗമാണ്. പക്ഷേ എന്നെ പെന്തിക്കോസിലേക്ക് മാത്രം വിളിക്കരുത്, ഞാൻ പെന്തിക്കോസിലേക്ക് വരികയില്ല. അതൊക്കെ ഇഷ്ടം പോലെ പറയുന്ന അപ്പച്ചന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അടുത്ത വാക്ക് കേട്ടോളണം, പാസ്റ്റെങ്ങാനും മരിച്ച്, പാസ്റ്റെ 10 പേര് അറിയുമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ അഗപ്പെ ഗോസ്പൽ മിഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പെന്തക്കോസ് പ്രസ്ഥാനത്തിൻ്റെ മിഷൻ ഡയറക്ടറാണ്. ഇപ്പം ഞങ്ങൾക്ക് ഏതാണ്ട് 100 സഭയോട് അടുത്ത് വരികയാണ്. നിലമ്പൂർ കോടതിപ്പടിയാണ് ഞങ്ങളുടെ കേന്ദ്രം, അഗാപ്പെ ഗോസ്പൽ മിഷൻ. അപ്പം അദ്ദേഹം പറയുക, വണ്ടികളുടെ ബഹളമായിരിക്കുമല്ലോ, പാസ്റ്റെങ്ങാനും മരിച്ച് പാസ്റ്ററിന്റെ ഡെഡ് ബോഡി പെന്തിക്കോസുകാരുടെ ഹോളിനകത്താണ് പൊതുദർശനത്തിന് വെക്കുന്നതെങ്കിൽ അത് കാണാൻ പോലും ഞാൻ അവിടെ കാലുകുത്തില്ല. ഇച്ചിരി കടുപ്പമായി പോയി കേട്ടോ. ഞാൻ മരിച്ച്, പുള്ളിക്ക് 83 വയസ്സ്, എനിക്ക് 51 വയസ്സ്. ആര് മരിച്ചിട്ട്? ഓരോരുത്തരുടെ ആഗ്രഹം നോക്കണേ. ഞാൻ മരിച്ചിട്ട് എൻ്റെ ഡെഡ് ബോഡി കാണാൻ പുള്ളി പെന്തിക്കോസിന്റെ ഹോളിൽ കയറി വരികയില്ലെന്ന് നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ ജലപ്രളയം വന്നപ്പം ആദ്യം അവിടെ വെള്ളം പൊങ്ങിയത് ഈ കുടിയന്മാരുടെ നാടായത് കൊണ്ടായിരിക്കണം. ചാലക്കുടിയിലേക്കാണ് വെള്ളത്തിന് ആദ്യം താല്പര്യം തോന്നിയത്. അവിടെ അങ്ങോട്ട് വെള്ളം പൊങ്ങി, ഹലാഭവൻ മണിയുടെ പ്രതിമ അടക്കം അങ്ങോട്ട് മുങ്ങി തകർത്ത് അവിടെ മുരിങ്ങൂരുള്ള ആ ആർച്ച് പോലെ ഇരിക്കുന്ന ഭാരത്തിലൊക്കെ 11 KSRTC ബസ് കുടുങ്ങി. നമ്മുടെ 4 ഭാഷന്മാരും കുടുങ്ങി. നേരെ ഇപ്പുറത്ത് കാലടി വന്നപ്പോഴേക്കും പെരിയാറെ പർവ്വത നിരയുടെ പനിനീര്, ഇന്നത്തെ പത്രം വിഷനീര്, അതങ്ങോട്ട് പൊങ്ങി നേരെ അത് വടക്കോട്ടും വെച്ച് പിടിച്ചു. ചാലക്കുടി ഇപ്പോഴേക്കും ഈ പെരിയാറിനും ഇടയ്ക്കാണ് ഞങ്ങളുടെ അങ്കമാലി, കാലടി, അതുപോലെ പിന്നെ മുരുങ്ങൂരൊക്കെ കിടക്കുന്നത്. എൻ്റെ പൊന്നെ, ആളുകളൊക്കെ ആകെപ്പെടെ പ്രശ്നത്തിലായി പോയില്ലേ? മുരുങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ 1200 പേരാണ് കുടുങ്ങിയത്. ഞാനൊക്കെ നോക്കി നിൽക്കുമ്പോൾ 2 നില കെട്ടിടം വെള്ളത്തിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത് കണ്ണാൽ കാണാനുള്ള ഒരവസരം അത് ഭയാനകമാണെങ്കിലും അവസരമായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങളുടെ ഈ നാഷണൽ ഹൈവേയിലൊക്കെ ടിപ്പർ ലോറി കൊണ്ട്
കൊണ്ടുവന്ന് ആളുകൾ ലോറിക്കകത്ത് കയറ്റുന്നു, വള്ളം കൊണ്ട് നിറക്കുന്നു. ഒരു വല്ലാത്ത കാഴ്ചയായിപ്പോയി. 1912 കണ്ട് ജലപ്രളയം. ഇത് പറയുമ്പോൾ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ, നമ്മളാരും ജനിച്ചിട്ടുമില്ല. അപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും എൻ്റെ 18 ദിവസത്തെ പ്രോഗ്രാം മുടങ്ങിപ്പോയി. ഓഗസ്റ്റിലാണെങ്കിൽ ഒത്തിരി ബൈബിൾ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ സഭാ ഹാളുകളിലൊക്കെ നടക്കുകയാണ്. മുസ്ലിങ്ങളുടെ പള്ളി തുറന്നു കൊടുത്തു, കൊരട്ടി അമലോത്ഭവ നിത്യാരാധന പള്ളി തുറന്നു കൊടുത്തു, SNDP-കാരുടെ ഹോൾ തുറന്നു കൊടുത്തു, നമ്മുടെ പെന്തിക്കോസ്തുകാരുടെ ഹോൾ തുറന്നു കൊടുത്തു. ഇപ്പം ഞങ്ങളൊക്കെ ഞാനും നമ്മുടെ IM-ലൊക്കെ എൻ്റെ വരുമാനം കൂടി ഇങ്ങനെ പല സ്ഥലത്തൊക്കെ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒരു ഹോളിൽ വന്ന് ഞാൻ ഈ വേദഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, വിഷമിക്കേണ്ട, ഇതൊന്നും ലോകാവസാനമല്ല. ഈ ലോകത്തിൻ്റെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൻ്റെ 4 ഡിസ്ട്രിക്റ്റുകളിൽ വന്ന ഈ ജലപ്രളയം ലോകാവസാനമല്ല. ലോകം ഇങ്ങനെയല്ല അവസാനിക്കുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ 4 പാപങ്ങൾ പ്രവേശിക്കും. അതേതാണ്ട് വന്നിട്ടുണ്ട്. നാളെ പറയാം എന്ന് പറഞ്ഞ് 9:30 ഞാൻ ഇറങ്ങിപ്പോകാൻ നേരത്തുണ്ടല്ലോ, ഒരു ശബ്ദം, ഞങ്ങൾ എവിടെ പോവാനാ പാസ്റ്ററേ, മൊബൈലിന് റേഞ്ച് ഇല്ല, പിള്ളേരെവിടാന്ന് അറിയത്തില്ല, വീട് എവിടാന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് തിരിച്ചു പോകാനും മാർഗവുമില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് പോകാൻ ധൃതിയുമില്ല. പാസ്റ്റർക്ക് നേരം ഉണ്ടെങ്കിൽ ലോകം പിന്നെ എങ്ങനെയാണ് അവസാനിക്കുന്നത്, ബാക്കി കൂടെ പറഞ്ഞിട്ട് പോയിക്കൂടെ? ഈ ശബ്ദം ഒരു പരിചയമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ടല്ലോ, അങ്ങേരാണ്. ഏതങ്ങേരാന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? പാസ്റ്റർ മരിച്ചിട്ട് ആ ഡെഡ് ബോഡി പെന്തിക്കോസ്തുകാരുടെ ഹോളിൽ വെച്ചാൽ ഞാൻ അത് കാണാൻ പോലും അകത്തേക്ക് കാല് കുത്തില്ല എന്ന് പറഞ്ഞ അപ്പച്ചൻ അവിടെ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറായിന്ന് മാത്രമല്ല 9:30 എന്നെ പോകാനും കൂടി അനുവദിക്കുന്നില്ലെന്ന്. ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ ആ ആശയത്തെ. പുച്ഛിക്കുന്നതിനെ ചുംബിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. അധികമാരും പുച്ഛിക്കരുത് ഒരു കാര്യത്തെയും. ഒന്നുകൂടെ കറതീർന്ന് അങ്ങോട്ട് പറയുകയാണ്, സുവിശേഷത്തിന്റെ നല്ല സന്ദേശവുമായി നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ പട്ടിയെ അങ്ങോട്ട് അഴിച്ചു വിട്. അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ആളുകൾ ചെയ്യുന്നത്. പക്ഷേ ആ ഉപദേശം വിളിച്ചോണ്ട് വാ ഒന്ന് പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്ന കാലം നിന്റെ ജീവിതത്തിൽ വരുമെന്ന് മറന്നു പോകരുത്. കളയുന്നതിനെ പിടിപ്പിക്കുന്നവനാണ് ദൈവമെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ പറയുന്നു. അധരങ്ങൾ കൊണ്ട് വേണ്ട എന്ന് ആക്രോശിച്ചു പറഞ്ഞാൽ ഇതേ അധരങ്ങൾ കൊണ്ട് ഇതിനെ ആലിംഗനം ചെയ്യുന്ന ഒരു കാലം നിന്റെ ജീവിതത്തിൽ വരുമെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു. ഈ വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസീയത വില കുറച്ച് കണ്ട് ഇതിന്റെ പേജുകൾ അങ്ങോട്ട് വലിച്ചുകരി കപ്പലണ്ടി പൊതിയാൻ അങ്ങോട്ട് കൊടുക്ക്. അറിഞ്ഞോണ്ട് അറിയാണ്ട് ആണെങ്കിലും ബാർബർ ഷാപ്പിനകത്തൊക്കെ സോപ്പും പതയും തേച്ച് വെച്ചല്ലോ, അങ്ങോട്ട് കൊടുക്ക്. നിന്റെ കീറി പറഞ്ഞ നെഞ്ചിന്റെ പുറത്ത് ഈ പുസ്തകം വെച്ച് അന്ത്യശ്വാസം വലിക്കുന്ന ഒരു കാലം വരും എന്ന് ഞാൻ പറഞ്ഞാൽ ഒന്നുകൂടെ ഞങ്ങൾ പറയുകയാണ്, പുച്ഛിക്കുന്നതിനെ ചുംബിപ്പിക്കുന്നവനാണ് ദൈവം. അഹങ്കാരങ്ങളുടെ കയ്യും കാലം ഒടിഞ്ഞു മാറി, പൊങ്ങച്ചങ്ങൾ അവസാനിച്ചു. എൻ്റെ പൊന്നെ പറയുന്നത്, ഈ ഒന്നാമത് ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്നപ്പെട്ടവർക്ക് പോണമെന്നുണ്ടോ? ഞങ്ങളുടെ ഫോട്ടോ കൊച്ചിക്കാൻ്റെ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടില്ലേ? എടാ പ്രാഞ്ചേ, എനിക്കിവിടെ ഭയങ്കര സുഖാടാ. എടാ നമ്മുടെ നാട്ടിലൊക്കെ ഈ മാട്ടിറച്ചി മാത്രമല്ലേ തിന്നണുള്ളൂ. ഇവിടെ YNWCക്കാര്, പിന്നെ YMCAക്കാര്, YWCAക്കാര്, ലയൺസ് ക്ലബ്ബുകാര്, എടാ ഇവിടെ ആട്ടിറച്ചിയുടെ കളിയാടാ. ഇന്നലെ 3 കൈലിയുമുണ്ട്, ഇന്ന് 3 ഇന്നർ ബനിയൻ, വേറെയും കുറെ സാധനങ്ങൾ അവന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മര്യാദ ഞാനിതിൽ കൂടെ പറയുന്നില്ല, ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവസാനത്തെ പ്രാർത്ഥന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ നിത്യാരാധന മാതാവേ, എൻ്റെ അമലോത്ഭവ മാതാവേ, എൻ്റെ സ്വർലോക രാജ്ഞി, ഈ ദുരിതാശ്വാസ ക്യാമ്പ് അടുത്തെങ്ങും അടക്കല്ലേ എന്നാണ് അവൻ്റെ പ്രാർത്ഥന. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താണ് ഇപ്പം ഇതിനൊന്ന് പോകാൻ താല്പര്യമില്ലാത്തത്? അവിടെ ജാതിയില്ല, മതമില്ല, വർഗവർണ്ണ വ്യത്യാസങ്ങളില്ല, ചാക്കരിയില്ല, കുത്തരിയില്ല, പുഴുക്കലരിയില്ല, എല്ലാം സുഖമായിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നു അവന് ആട്ടിറച്ചി കിട്ടി, 2 കൈലിമുണ്ട് കിട്ടി. അപ്പൊ 2 പ്രാവശ്യം ആട്ടിറച്ചി കിട്ടിയാൽ, 2 കൈലിമുണ്ട് കിട്ടിയാൽ, 3 ഇന്നർ ബനിയൻ കിട്ടിയാൽ ഈ ക്യാമ്പിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ദൈവസന്നിധി വിട്ട് മാറാത്തത് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്ക് 2 കിലോ ആട്ടിറച്ചി കിട്ടിയത് കൊണ്ടല്ല, സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൈലിമുണ്ട് കിട്ടിയത് കൊണ്ടല്ല, ഓടിക്കുന്ന ഇന്നോവ മേടിക്കാൻ കാശ് കിട്ടിയത് കൊണ്ടല്ല. ഞങ്ങൾക്ക് കിട്ടിയത് കൈലിമുണ്ടല്ലെന്ന്, ഞങ്ങൾക്ക് കിട്ടിയത് നിത്യജീവന്റെ വചനവും നീതി വസ്ത്രവുമാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകൂടെ പറയട്ടെ, പറയുന്നത് ശരിയാണോ അല്ല എന്നാലങ്ങ് പറഞ്ഞു പോവുകയാണ്.
ആ സമയത്തൊക്കെ എന്തൊക്കെ ഇടപാടുകളാ വാട്സാപ്പിൽ കൂടെ വരുന്നത്. ഒരു ചേച്ചി പറയാണ്, എൻ്റെ വീട്ടിലോട്ട് എനിക്കൊരു വണ്ടി മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു ലംബോർഗിനി മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്താണപ്പം ലംബോർഗിനി, എൻ്റെ വണ്ടിയാണെങ്കിൽ 10 വർഷമായൊരു പഴയ സാൻഡ്രോ വണ്ടിയാണ്, നല്ല ഒന്നാന്തരം വണ്ടി, അത് വിൽക്കാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്താണ് അവ ലംബോർഗിനി? യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് വന്നപ്പോഴുണ്ടല്ലോ ഇതൊക്കെ വലിയ വലിയ കോടീശ്വരന്മാർ മേടിക്കുന്ന വണ്ടിയാണ്. ഞാൻ അന്വേഷിച്ച് വന്നപ്പം ബ്രൂണയിൽ സുൽത്താൻ, കൊള്ളാം പുള്ളിയുടെ പേര്. പുള്ളിയുടെ വീട്ടിനകത്ത് 1768 മുറികളുണ്ട്. അതെല്ലാം പുള്ളി സ്വർണം കൊണ്ടാണ് പണിതിരിക്കുന്നത്. വീട്ടുമുറ്റത്ത് 18 മുതൽ 22 വരെയുള്ള ലംബോർഗിനി വണ്ടി കിടപ്പുണ്ട്. ഇവിടെ ആളുകൾക്ക് ഇങ്ങനെ മേടിച്ചു തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ. ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോഴുണ്ടോ ബ്രൂണൈ സുൽത്താനെ കുറിച്ച് പറയാത്തില്ല. എന്തോ ഒരു സമയം വേണമെന്നറിയാമോ? 1768 മുറിയും സ്വർണം കൊണ്ടാണ് പണിതിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കിച്ചണും ബെഡ്റൂം ഒന്നും പറയുകയും വേണ്ട. അതൊക്കെ പോകട്ടെ, അദ്ദേഹത്തിന്റെ മിക്കവാറും റൂമിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതിനകത്ത് വരെ സ്വർണ്ണമാണ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിനകത്തുള്ള വാഷ് ബേസിൻ, അതുപോലെ ക്ലോസറ്റ് ഒക്കെ 24 കാരറ്റുള്ള തനി തങ്കം കൊണ്ടാണ് പണിതിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും തോന്നണില്ലേ? ഞാൻ അന്ന് രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്നാ കാര്യം എന്നറിയാമോ? ഈ ക്ലോസറ്റൊക്കെ 24 കാരറ്റ് സ്വർണം കൊണ്ട് പണിത് ഞാൻ സ്വപ്നം കണ്ടപ്പോൾ അതിൻ്റെയൊക്കെ പുറത്തിരുന്ന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഓർത്തപ്പോഴാണ്, ഈ നല്ല കാര്യത്തിലാണെങ്കിൽ പോട്ടേന്ന് വെക്കാം, അപ്പം അതുകൊണ്ട് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ലംബോർഗിനി വരുന്നില്ല എന്ന് പറഞ്ഞ ചേച്ചി ഈ ജലപ്രളയം അങ്ങോട്ട് കഴിഞ്ഞപ്പം കയറിപ്പോയ വണ്ടി ഞാൻ കണ്ടു. ഒരു ചെമ്പോർഗിനിക്കകത്താണ് കയറിപ്പോയത്. വല്ലതും മനസ്സിലായോ? ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് അവിടെ ചെന്ന് തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള കാശുണ്ട് ഈ ചേച്ചിക്ക്. അപ്പൊ ഹെലികോപ്റ്റർ മേടിക്കാൻ കാശുള്ള ചേച്ചി കയറിപ്പോയത് ഒരു ചെരുവത്തിനകത്താണ്. ഇനി അതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യം കേൾക്കണം. ഒരു ചെരുവം മേടിക്കാൻ കാശില്ലാത്തൊരു ചേച്ചി കയറിപ്പോയത് ഒരു ഹെലികോപ്റ്ററിനകത്താണ്. അതെന്നാന്ന് മനസ്സിലായില്ലേ? ആ ചേച്ചി രാത്രിയിൽ നിന്നും ഭയങ്കര സീൽക്കാര ശബ്ദം. നേരം വെള്ളം നോക്കിയപ്പോൾ നടക്കല്ല് വരെ വെള്ളം വന്നിരിക്കുകയാണ്. റബ്ബറിന്റെ ഇലകളൊക്കെ ഇങ്ങനെ ആകപ്പാടെ കുഴഞ്ഞാടുന്നു. TV ഓൺ ചെയ്തപ്പം പറയാണ്, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവിടെ പട്ടാളം പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ മേളിൽ കൂടെ ഒക്കെ ഇങ്ങനെ റോന്ത് ചുറ്റുന്നുണ്ട്. നിങ്ങൾ കണ്ട് പേടിക്കരുത്. നിങ്ങൾക്ക് രക്ഷ ആവശ്യമുണ്ടെങ്കിൽ സഹായം അഭ്യർത്ഥിക്കണം, ഇല്ലെങ്കിൽ ഒരു അഭിവാദ്യം കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. ചേച്ചിയുടെ വീട്ടിലെ വെള്ളമൊന്നും കയറിയിട്ടില്ല, എന്നാൽ സർക്കാർ പറഞ്ഞ കാര്യം ചെയ്തേക്കാം എന്ന് കരുതി പടിഞ്ഞാറ് വശത്തുള്ള കോണി എടുത്ത് കുത്തിച്ചാരി മുണ്ടും മടക്കി കുത്തി നേരെ ടെറസിൻ്റെ മേലോട്ട് കയറിയതാണ്. അങ്ങോട്ട് പോയ ഹെലികോപ്റ്ററിന് ഒരു അഭിവാദ്യം കൊടുത്തതാണ് സംഗതി പെശകി പോയത്. അവർ തിരിച്ചു വന്നു. ചേച്ചിയും അവരും കൂടി അന്തരീക്ഷത്തിൽ 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞു. ചേച്ചി മുട്ടൻ മലയാളം, അവര് മുട്ടൻ ഹിന്ദി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലായില്ല. തവളയെ ചാക്കിനകത്തിട്ട് കൊണ്ടുപോകുന്ന പോലെ ഒരു കോവണി യാക്കോബിന്റെ കാലഘട്ടത്തിൽ ഇറങ്ങി വന്നു. ചേച്ചിയെ പിടിച്ചിട്ടു, നേരെ ട്രിവാൻഡ്രത്തേക്ക് വെച്ച് പിടിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഹെലികോപ്റ്റർ മേടിക്കാൻ കാശുള്ള ചേച്ചി കയറിപ്പോയത് ഒരു ചെരുവത്തിനകത്ത്. ചെരുവം മേടിക്കാൻ കാശില്ലാത്ത ചേച്ചി കയറിപ്പോയത് ഒരു ഹെലികോപ്റ്ററിനകത്ത്. ചുമ്മാതാണോ? പണ്ട് നമ്മുടെ മലയാള കവി പറഞ്ഞിട്ടുണ്ട്, മാളിക മുകൾ ഏറിയ മന്നന്റെ, ബാക്കി പറഞ്ഞ് തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ സംഭവിക്കുന്ന കാണുമ്പോൾ മനസ്സിലാക്കണം, അധികം പൊങ്ങാനൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. തന്റെ പാട്ട് എഴുതിയിട്ടുണ്ട്, 1000 നിലതി കെട്ടിപ്പൊക്കിയാലും അവിടെയെല്ലാം മൃത്ത് കയറി വരുമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുഴയുടെ തീരത്തും മറ്റുമൊക്കെ 1 സെന്റ് സ്ഥലത്തിന് 35 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ. ആലുവ പെരിയാറിന്റെ തീരത്ത് 50 ലക്ഷം രൂപ. പാവപ്പെട്ടവൻ എവിടെ പോയി സ്ഥലം മേടിച്ച് വീട് വെക്കാനാണ്? പക്ഷെ ഈ ജലപ്രളയം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ആലുവ പെരിയാറിന്റെ തീരത്ത് ഒരു 2 നില ബിൽഡിങ്ങിന്റെ പരസ്യം നിങ്ങൾ വാട്സാപ്പിൽ കണ്ടില്ലേ? 2380 സ്ക്വയർ ഫീറ്റ് ഉള്ള ഡബിൾ സ്റ്റോർ വീട് ഉടൻ വിൽപ്പനയ്ക്ക്. പെരിയാറിന്റെ തീരത്താണ്. ബ്രാക്കറ്റിൽ വിലയിട്ടിട്ടുണ്ട്. എന്തെങ്കിലും തന്നാ മതി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ എന്തെങ്കിലും തന്നാ മതി എന്ന് പറഞ്ഞാൽ 15 ലോഡും മണ്ണതിനകത്ത് കിടപ്പുണ്ട്. അത് പൊളിച്ചു പറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? പറഞ്ഞതാണ് തുപ്പരുത്, പറഞ്ഞതാണ് എറിയരുത്. പുഴയിലേക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. കൊടുത്താൽ
അങ്ങനെ പണ്ട് പറഞ്ഞ ഞാനിപ്പം മാറ്റി കൊടുത്താൽ ഇല്ലത്ത് കിട്ടും, ഇല്ലത്ത് കിട്ടും, ഇല്ലത്തേക്ക് വരും. നമ്മുടെ ആളുകൾക്ക് ഫാഷൻ സ്റ്റൈലാണ് വലിച്ചെറിയുന്നത്. നമ്മൾ കാറിനകത്ത് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴുണ്ടല്ലോ, ഛർദ്ദിച്ചത് ഒരു കൂടിനകത്ത്, ഏത്തപ്പഴത്തിന്റെ തൊലി ഒരു കൂട്ടിനകത്ത്, കുടിച്ചു തീർന്ന വെള്ളത്തിന്റെ മിനറൽ വാട്ടർ കുപ്പി ഒരു കൂട്ടിനകത്ത്, ഒരു പ്രവാചകനും വഴിക്കാമലത്തെ കടുങ്കട്ടും കെട്ടി സേഫായിട്ട് വെച്ചേക്കാണ്. പാലത്തിൽ കൂടെ പോകുമ്പോഴാണ് AC-യുടെ ഗ്ലാസ് താഴോട്ടെടുക്കുന്നു, ഒറ്റ ഏറ് വെച്ച് കൊടുക്കുകയാണ്. ആർക്കും നടക്കാൻ പറ്റില്ലല്ലോ. ഒരു നൂറ്റാണ്ടായിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ ഈ മുഴുവൻ സാധനങ്ങളും തമ്പുരാൻ അവിടെ കരുതി വെച്ച് വെള്ളം പൊങ്ങിയപ്പോൾ നിരയായി അടുക്കളയിലോട്ട് വന്ന് അട്ടിയിട്ട് തന്നിട്ടാണ് വെള്ളം തിരിച്ചു പോയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താ ചെയ്യാനുള്ളത് പ്രിയപ്പെട്ടവര്? ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്തൊരു സുവിശേഷ പ്രസംഗം കിടക്കുന്നുണ്ട്. ചെങ്ങന്നൂരിന്റെ ബഹുമാനപ്പെട്ട MLA സഖാവ് സജി ചെറിയാൻ ഒരു രാത്രി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ചെങ്ങന്നൂർ മണ്ഡലം മുഴുവൻ വെള്ളത്തിനകത്ത് പോകും. അദ്ദേഹം വാവിട്ട് കരയുകയാണ്. ഇന്ന് രാത്രി ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ കൊടിക്കൂറകളുടെ വ്യത്യാസമില്ലാതെ സർക്കാർ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ചെങ്ങന്നൂർ ഒരു മണ്ഡലം കാണത്തില്ല. ഒരു MLA-യുടെ ആത്മാർത്ഥമായ നിലവിളിയുടെ മുൻപിൽ ഒരു ബിഗ് സല്യൂട്ട് അർപ്പിക്കുകയാണ്. അടിയന്തരമായി സർക്കാർ ഇടപെട്ടു. ഓരോ മനുഷ്യ ജീവിതം പോലും പൊലിഞ്ഞു പോകാതെ ചെങ്ങന്നൂർ മണ്ഡലം രക്ഷപ്പെട്ടു. ആറന്മുള, ഇടയാറന്മുള, കോഴഞ്ചേരി, ചെങ്ങന്നൂര് ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞോട്ടെ, അതാ ഞങ്ങൾ പറയുന്ന സുവിശേഷ പ്രസംഗത്തിന്റെ പ്രസക്തി. ഒരു MLA ഒറ്റ രാത്രിയിൽ വാവിട്ട് നിലവിളിച്ചപ്പോൾ പ്രവർത്തിക്കുവാൻ ഒരു സർക്കാർ ഉണ്ടായി. ഓരോ മണ്ഡലം രക്ഷപ്പെട്ടെങ്കിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു നിലവിളി ഉയർന്നു. കാൽവരുടെ കൊലമരത്തിൽ കുരൽ അറക്കപ്പെട്ട കുഞ്ഞാട് കുടിവെള്ളം പോലും കിട്ടാതെ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ഉറക്കെ നിലവിളിച്ച ആ ഒറ്റ നിലവിളിയാൽ രക്ഷപ്പെടുന്നത് ഒരു മണ്ഡലമല്ല, ഒരു സ്റ്റേറ്റ് അല്ല, ഒരു രാജ്യമല്ല, ഒരു ഭൂഖണ്ഡമല്ല, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശുക്രിസ്തു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണപ്പാൽ സകല ജാതിയിലും സകല മതത്തിലും സകല വർഗത്തിലുമുള്ളവർക്ക് രക്ഷപ്പെടുവാനൊരു മണ്ഡലമുണ്ട്. അതാണ് സ്വർഗമെന്നാണ് ഞങ്ങൾ ഈ പറയുന്നത്. യേശുവിന്റെ വരവിന് മുമ്പ് നടക്കുന്ന ഈ സൂചനകളുടെ ആകത്തുക അവിടെ വിട്ടേച്ച് വേദപുസ്തകത്തിലേക്ക് ഞാനെന്ന് വരികയാണ്. ഞാൻ സാധാരണ ഈ വിഷയങ്ങളൊക്കെ പ്രസംഗിക്കും. വേഗം നമുക്കൊന്ന് വരാം. ഇവിടെ വേദപുസ്തകത്തിനകത്ത് 3 അധ്യായങ്ങൾ യേശുവിന്റെ വരവിന് മുൻപ് നടക്കുന്ന 150-ൽ ഏറെ ലക്ഷണങ്ങളെ പഴയ പുതിയ നിയമത്തിന്റെ നിരവധി പേജുകളിൽ ചിതറി വിതറി കിടക്കുന്നുണ്ട്. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21, യഹൂദിയ അധ്യായങ്ങൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ 3 അധ്യായങ്ങളിൽ കാണുന്ന ധാരാളം പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും ഞാനൊരു വാക്യം വായിക്കുന്നു. ഇസ്രായേൽ ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, സഭാലക്ഷണങ്ങൾ, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ. 150 ലക്ഷണങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ട് അതിൽ എവിടെയാണ് ആദ്യം ഇളകുന്നത് എന്നറിയുവാൻ ഒരു വാക്യത്തിലേക്ക് വരുന്നു. ഹഗ്ഗായി പ്രവചനം വായിക്കേണ്ട വാക്യമാണ്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ആദ്യം എവിടെയാണ് ഇളകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹഗ്ഗായി പ്രവചനമാണ്. ഒത്തിരി തലകൾ കുമ്പിട്ടിരിക്കുന്നത് കാണുന്നു. കാരണം എനിക്ക് മനസ്സിലായി ഹഗ്ഗായി നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ചില ആളുകളുടെ പുസ്തകം ഏതാണ്ട് ഫിലിപ്പ് ലേഖനവും കടന്നിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക, അവിടല്ല ആ പുസ്തകം, പഴയമത്തിലാണ് ആ പുസ്തകം. ഇനി നിങ്ങൾ നോക്കി വിഷമിക്കുകയും വേണ്ട. അങ്ങനെ പുസ്തകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഉണ്ട്. ഹഗ്ഗായി 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇനി ഞാൻ കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ആദ്യം എവിടെ ഇളക്കും? ആകാശം. അത് കഴിഞ്ഞ് എവിടെ ഇളക്കും? ഭൂമി. അത് കഴിഞ്ഞ് എവിടെ ഇളക്കും? കടൽ. അത് കഴിഞ്ഞ് എവിടെ ഇളക്കും? കര. 4 കൂടെ ഇളക്കുന്നൊക്കെ പറയണം, സമയം കിട്ടില്ലല്ലോ. ഒന്നാമത് ആകാശം. 4 കൂടെ എന്തിനാ ഇളക്കുന്നത്? പണ്ട് കാലത്തൊക്കെ അമ്മച്ചിമാര് തൈരിനകത്തിട്ട് ഇങ്ങനെ കടകോലിട്ടുന്ന ഒരു സാധനം ഇളക്കുമായിരുന്നു. 10-ാം ക്ലാസ്സിലെ പിള്ളേർ പറയും, അമ്മച്ചി നാളെ 10-ാം ക്ലാസ്സിലെ പരീക്ഷയാണ്, പഠിക്കില്ലാത്തവനൊക്കെ ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് കാല് ഇറക്കിയിട്ടിരുന്നുകൊണ്ടാണ് പഠിക്കുന്ന, ഉറക്കം വരാതിരിക്കാം. അമ്മച്ചി എന്തിനാണ് ഇതിനകത്ത് കളകളാ ശബ്ദം കടകട കോലിട്ട് ഇളക്കുന്നത്? അമ്മച്ചി പറയുന്ന, മക്കളെ എനിക്ക് പണിയില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ പഠിപ്പ് മുടക്കാനുമല്ല, ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് മോരുണ്ട്,
ഉണ്ട്. ഇതിനകത്ത് വില കൂടിയ വെണ്ണയുണ്ട്, വില കുറഞ്ഞ പിശറായി കിടക്കുന്ന വെള്ളവുമുണ്ട്. ആർക്കും പിടികൊടുക്കാതെ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുക. നിങ്ങൾ നോക്കിക്കോ, ഈ കളകളായി ഇളക്കം കൊണ്ട് നേരം വെളുക്കുമ്പോഴേക്കും 4 ഞാൻ 4 ഭാഗത്തേക്ക് തിരിച്ചിരിക്കും. ഈ കോന്നിയിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്, പെടാത്തവരുണ്ട്, ചെന്നായ്ക്കളുണ്ട്, കുഞ്ഞാടുകളുണ്ട്, ഇരുട്ടിന്റെ സന്തതിയുണ്ട്, വെളിച്ചത്തിന്റെ സന്തതിയുണ്ട്, സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ട്, നരകത്തിലേക്ക് പോകുന്നവരുണ്ട്, നന്മ ചെയ്യുന്നവരുണ്ട്, തിന്മ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഈ 4 ഭാഗത്തും 150 ലക്ഷണങ്ങളാകുന്ന കടകോലിട്ട് ആകാശവും ഭൂമിയും കടലും കരയും കൂടെ തമ്പരം ഇളക്കി കഴിയുമ്പോൾ ഇത് 2 ഭാഗത്തേക്ക് മാറ്റപ്പെടുമെന്ന്, അങ്ങനെ മാറ്റപ്പെടാനാണ് ഈ ഇളക്കം നടക്കുന്നത്. എന്നിട്ട് വരാൻ പോകുന്ന കാര്യം എന്നാണെന്നറിയാമോ? കണ്ണിലുണ്ണിയായ MLA-മാരും MP-മാരും നല്ല വരാൻ പോകുന്നു. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഏതാ സകല ജാതികളുടെയും മനോഹര വസ്തു? യേശുക്രിസ്തു ജനിക്കുമ്പോൾ എങ്ങനെ പറയുന്നു? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിൽ എടുത്തിട്ട് ആകാശത്തിലേക്ക് നോക്കി ആത്മഗതം എന്ന വണ്ണം ഇങ്ങനെ പ്രതിവചിക്കുന്നു: ഇപ്പോൾ നാഥ, അടിയനെ സമാധാനത്തിന് പറഞ്ഞയക്കണമേ. ഇസ്രായേലിന് മഹത്വവും സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ ജാതി മത വർഗ വർണ്ണ കുലീന കുലഹീന ആര്യ ചണ്ടാല ശക ദാസ ബർബരാദി വൈകൃതങ്ങൾ ഭേദമന്യേ രക്ഷപ്രഭുവിനും രക്ഷം വീട്ടിൽ താമസിക്കുന്നവനും കോടീശ്വരനും ഒരു ഓണക്കോടി വാങ്ങുവാൻ പണമില്ലാത്തവനും കറുത്തവനും വെളുത്തവനും അർത്ഥാൽ അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും തൊഴിലാളിക്കും മുതലാളിക്കും അടിമയ്ക്കും ഉടമയ്ക്കും വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും സ്ഥല കുല വ്യത്യാസമില്ലാതെ നിറഗുണ വ്യത്യാസമില്ലാതെ ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ ഓരോറ്റ ദൈവം, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അതിങ്ങോട്ട് വരും. അത് വരുന്ന തെളിവാണ് ആകാശ ലക്ഷണങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിപ്പിക്കൽ നിർത്താൻ പോവുകയാണ്. നാല് കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. ഞാൻ തൊടുന്നില്ല, കാരണം അത് ഭൂമി നടക്കുന്ന കാര്യമാണ്. ഭൂകമ്പം പ്രസംഗം 1.5 മണിക്കൂർ വേണം. കാരണം ഇവിടെ 3 ടൈപ്പിലുള്ള ഭൂകമ്പങ്ങളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്: ടെക്ടോണിക്, പ്ലൂട്ടോണിക്, ഓൾക്കാനിക്. ബൈബിളിൽ തന്നെ 5 ടൈപ്പിൽ ഭൂകമ്പമുണ്ട്. ഭൂകമ്പം, വലിയ ഭൂകമ്പം, ഏറ്റവും വലിയ ഭൂകമ്പം, ഇടിയോടുകൂടിയ ഭൂകമ്പം, ഇടി, മിന്നൽ, നാദം, ഇതിൻ്റെ അകമ്പടിയോടുകൂടിയ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 2.4 ആരംഭിച്ച് 7.8, 9.2 ഒക്കെ കമ്പനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് മുഴുവൻ പറയാൻ നിൽക്കുമ്പം 1.5 മണിക്കൂർ പോകുമെന്നുള്ളതുകൊണ്ട് ഭൂമി നടക്കുന്ന കാര്യം മാറ്റിവെക്കുന്നു. നമുക്ക് ആകാശത്തിലേക്കൊന്ന് കയറിയേച്ചും സമയമുണ്ടെങ്കിൽ ഇറങ്ങി വരാം, ഇല്ലെങ്കിൽ ഉപരങ്ങളൊക്കെ അവിടെ കിടന്ന് കറങ്ങാം, അവിടെ ചങ്ങ് തീർക്കുകയും ചെയ്യും. സ്തോത്രം. ശ്രദ്ധിച്ചോളണം. ഞാൻ പൊതുവെ ഒരു 1.5 മണിക്കൂർ പ്രസംഗിക്കാറുണ്ട്. 1.5 മണിക്കൂറാണെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. അതായത് എൻ്റെ കണക്ക് 9:30 ഇനി അതിനു മുമ്പ് തീർക്കണമെന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് 8 മണിക്കാണ് തന്നത്, അതിനു മുമ്പ് തീർക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റിക്കറിലേക്ക് പറയും, ഒന്ന് തോണ്ടിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് നിർത്തിക്കോളാം. അപ്പം തന്നെ നിർത്തും. പിന്നെ തോണ്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പണ്ട് വൈപ്പനിൽ തോണ്ടിയതുപോലെ തോണ്ടരുത്. അവിടെ 2:20 വണ്ടിക്ക് പോകാൻ വേണ്ടി 2:15 പാസ്റ്റർ തോണ്ടി. ഞാൻ പ്രസംഗം മുന്നോട്ട് നീട്ടി വിട്ടു. 2ാമത് തോണ്ടി, പിന്നെയും പ്രസംഗിച്ചു. 3ാമത് തോണ്ടി, പിന്നെയും പ്രസംഗിച്ചു. പിന്നെ തോണ്ടിയില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്തൊട്ട് പണിയാണ് ഈ കാണിച്ചത്, പാസ്റ്റർ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്താണ് തോണ്ടിയത്? കണ്ടില്ലേ? കണ്ടോന്നോ? തൊലി പൊട്ടിയിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് തന്നെയാണ് തോണ്ടിയത്. പിന്നെന്താ നിർത്താതിരുന്നത്? അത് പറയണ്ടേ? കാരണം ഞങ്ങളുടെ ഈ അങ്കമാലിക്കാരൊക്കെ ഉണ്ടല്ലോ, ചിലപ്പം പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല പ്രസംഗമാണെങ്കിൽ അന്നേരം അവർ തോണ്ടും. അതിനെന്നറിയാമോ? മുകളിലോട്ട് ഇങ്ങനെ തോണ്ടിയാൽ തട്ടി വിട്ടോളൂ, ഇപ്പം നിർത്തണ്ട എന്നാണ് അതിൻ്റെ സിഗ്നൽ. താഴോട്ടാണെങ്കിൽ മതി പ്രസംഗിച്ചത്, നിർത്തിക്കൊള്ളാനാണ് അതിൻ്റെ സിഗ്നൽ. ഇങ്ങേര് കഷ്ടകാലത്തിന് 3 പ്രാവശ്യം മേലോട്ടാണ് തോണ്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്കിലും നിർത്തണ്ട, വിട്ടുപോക്കോട്ടെ എന്നായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സ്നേഹിതനായ പാസ്റ്റക്കാരൻ പുറകെ തോണ്ടുമ്പം ശ്രദ്ധിച്ചോളണം, മേലോട്ടാണെങ്കിൽ ഞാൻ നേരം വെളുക്കുന്നവരെ പ്രസംഗിക്കൂട്ടോ.
താഴോട്ടാണെങ്കിൽ പെട്ടെന്ന് എന്തായാലും 9:15 ഓടരുത് എന്നും കൂടെ പറഞ്ഞും ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആകാശത്തിലേക്ക് കയറാം. എന്താണ് ആകാശത്തിൽ? സൂര്യൻ കരിമ്പടം പോലെ കറക്കും, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും, നക്ഷത്രങ്ങൾ പെരുങ്കാറ്റ് കൊണ്ട് ഉതിർന്നിട്ട് അത്തിക്കായകൾ പഴുത്ത പെരുങ്കാറ്റ് കൊണ്ട് ഉതിർന്ന് താഴെ വീഴുന്ന പോലെ ഭൂമിയിൽ വീഴും. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്. ഉൽക്കകൾ. ഞാനൊരു സയൻറ്റിസ്റ്റ് അല്ല, ശാസ്ത്രജ്ഞനല്ല. തോമസ് മാമൻ സാറെ പോലെ സജു ചാത്തന്നൂരൊക്കെ എൻ്റെ ആത്മസ്നേഹിതന്മാരാണ്. അവരെ പോലെ ഇതൊന്നും ആധികാരികമായി പറയാനുള്ള ഒരു കഴിവെനിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നറിയാമോ? ഞാനൊരു പാസ്റ്റായിരുന്നു, 25 കൊല്ലം 10 സഭയിൽ. അപ്പൊ ഈ സഭയിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ വെളിപ്പാട് ദിവസമൊക്കെ പ്രസംഗിക്കും. അവരിക്കും, പാസ്റ്ററെ ഈ സൂര്യൻ എങ്ങനെയാണ് കരിമ്പടം പോലെ കറക്കണത്? അപ്പൊ അതുല്യക്കാരോ അല്ലെങ്കിൽ കോന്നിക്കാരോ ചോദിച്ചാൽ ഞാൻ പറയും, ഞാനൊന്ന് നോക്കട്ടെ, എബ്രായ ഭാഷ അരാമ്യ ഭാഷയൊക്കെ നോക്കിയിട്ട് ഇനി വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് അടുത്ത വണ്ടി കയറി പോകാം. ഇങ്ങനെ വരായിരുന്നാൽ പോരെ. പക്ഷെ സ്വന്തം സഭയിൽ അരാമ്യ ഭാഷ നോക്കിയിട്ട് വരാമെന്ന് പറയാൻ പറ്റുമോ? അടുത്ത ആഴ്ച അല്ലണ്ടേ. അങ്ങനെ ഈ പിറ്റത്തെ ആഴ്ചയിലും ചെല്ലണമല്ലോ എന്നുള്ള ഗതികേട് ഓർത്തപ്പം കുത്തിയിരുന്ന് പഠിച്ചപ്പോഴാണ് എൻ്റെ ദൈവം ഈ പുസ്തകം ഒരു ഭയങ്കര പുസ്തകമാണല്ലോ മനസ്സിലായത്. ആ കുറേ അറിവുകൾ നിങ്ങൾക്കും എനിക്കൊക്കെ ഒരുമിച്ച് അറിയാവുന്ന കാര്യങ്ങളെന്ന് പറയുകയാണ്. സൂര്യൻ കരിമ്പടം പോലെ കറക്കും. എവിടാ സൂര്യൻ നിൽക്കുന്നത്? പണ്ട് ശാസ്ത്രം പറഞ്ഞത് 9,30,00,000 മൈൽ അകലത്തിൽ, തിരുത്തി 15 കോടി മൈൽ അകലത്തിൽ. അതിനാൽ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അന്തർഭാഗത്ത് 4 കോടി ഡിഗ്രി ചൂട്, ഉപരിതലത്തിൽ 12,000 ഡിഗ്രി ചൂട്. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന തീജ്വാലയുടെ നീളം എന്ന് പറയുന്നത് 25,000 കിലോമീറ്റർ നീളമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതല്ല, ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ മനഃപാഠമായിട്ട് പഠിച്ചിട്ട് അങ്ങോട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കി, പണ്ടത്തെ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് തിരുത്തി. അങ്ങനെയാണല്ലോ, ശാസ്ത്രം തിരുത്തും. നമ്മളിവിടെ സാർ സി വി രാമൻ സാറിനെ പോലുള്ളവരൊക്കെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുമ്പോൾ തന്നെ കവിയുടെ വാക്കുകൾ മറന്നു പോകുന്നില്ല. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം. സൂര്യൻ അല്ല, ഭൂമി ഉരുണ്ടതാണ്, അവനെ അങ്ങോട്ട് ഉരുട്ടിക്കൊന്നു. ഇപ്പൊ അവർക്ക് സമാധാനമായി. കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരിയാണ്, പക്ഷെ ശബ്ദം തിരിച്ചു വരുമോ? അപ്പൊ ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം. പക്ഷെ ഞങ്ങൾക്കൊരു ആവേശമുണ്ട്, ഇന്നത്തെ ബൈബിൾ നാളത്തെ അബദ്ധമാവില്ല. ഇന്നത്തെ പ്രസംഗം നാളത്തെ അബദ്ധ പ്രസംഗമാകില്ല. ഞങ്ങൾ കാലങ്ങൾക്ക് മുൻപ് പ്രസംഗിച്ച ഒറ്റ ഉപദേശം ഞങ്ങളെ തല്ലിക്കൊന്നാൻ ഞങ്ങൾ മാറ്റില്ല. സ്തോത്രം. ഇപ്പോഴത്തെ മനുഷ്യൻ ചന്ദ്രനിൽ പോയി. നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ മനുഷ്യൻ ഇവിടെ പോയിട്ട് ഇല്ല, പക്ഷെ വിശ്വസിക്കുന്നില്ലേ? 8 കൊല്ലമായിട്ട് പിള്ളേർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ചന്ദ്രൻ തന്നെയാണോ കൊടി കുത്തിയേക്കണേ? കാരണം കൊടിയുടെ ഇങ്ങനെ ആടുന്നുണ്ട്, കൊടി ആടുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, അവിടെ ചൊവ്വായിൽ ജീവനുണ്ടോ, ചന്ദ്രനിൽ ജീവനുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കാൻ ക്യൂരിയോസിറ്റിയും പാത്ത് ഫൈൻഡറും പോയിട്ടല്ലേ ഉള്ളൂ. 4 ലോഡ് കല്ല് വന്നതല്ലാതെ ഇതിൻ്റെ ഉത്തരം ഇതുവരെ വന്നിട്ടുണ്ടോ? അപ്പൊ ഈ കൊടി എങ്ങനെയാണ് ആടുന്നത്? ഇവര് പറയുന്നത് ഇത് ഏതാണ്ട് സഹാറ മരുഭൂമി പോലെയുള്ള മരുഭൂമിയിൽ കൊടി കുത്തി വെച്ചിട്ടാണ് പോന്നിരിക്കുന്ന പറയുന്ന പിള്ളേരുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ഇപ്പം അതങ്ങ് വിശ്വസിക്കാം. ഒന്നാമത് ഈ പിള്ളേരൊന്നും പറ്റിക്കാൻ ഒക്കുകയില്ല. അപ്പം ഈ പിള്ളേരൊക്കെ ഇരിക്കുന്നത് കണ്ടോ, അവന്മാരവിടെ ഇതിനകത്തൊന്നും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എനിക്ക് നമുക്ക് ഒന്നും മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. ഞാൻ ഈ പ്രസംഗിക്കുന്ന പോലെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവന്മാർ പ്രസംഗിച്ച് കാണിക്കും. വേണമെങ്കിൽ അറിയാം, നമ്മുടെ മൊബൈലിൽ അത് നമുക്കെല്ലാം അറിയാം. ഒന്നും അറിയാമല്ലോ, മെസ്സേജ് എടുക്കാൻ അറിയാമല്ല, വിടാൻ അറിയാമല്ല. അങ്ങോട്ട് കൊടുത്തു നോക്കുക, 5 മിനിറ്റ് കൊണ്ട് അവൻ്റെ പരിപ്പ് എടുത്തവൻ കൈ തരും. പിള്ളേരെ പറ്റിക്കാനൊക്കോ? പറ്റിക്കാൻ ഞങ്ങളുടെ ഭാഷ പറഞ്ഞ പോലെ ഒരു പട്ടിയുടെ പടം കൊണ്ട് കൊടുത്ത്, മോനു ഇടാ ഇതിനൊന്നും പെയിന്റ് ചെയ്തുകൊണ്ട് വേടാ, ഒരു 12 സ്കെച്ച് പേനയുള്ള പാക്കറ്റും കൂടെ കൊടുത്തു. അവൻ ആ 12 പേനയും കൊണ്ട് പട്ടിക്ക് പെയിന്റ് ചെയ്ത് തിരിച്ചു വന്നേക്കുക. അപ്പം പറഞ്ഞു, എടാ മരമണ്ട, മാക്രി, കൊരങ്ങേ, കഴുതേ, കാട്ടുപോത്തേ, എടാ പട്ടിക്ക് ഒന്നുകിൽ ബ്രൗൺ കളർ, അല്ലെങ്കിൽ വെള്ള കളർ, അല്ലെങ്കിൽ ഇത് എന്ത് കളറാടാ? നീല, പച്ച, ബ്ലൂ, 12 കളറും കൂടിയാണടാ പട്ടിക്ക് വരച്ചു വെക്കുന്ന കൊരങ്ങേ. അപ്പൊ അവന്റെ അപ്പൻ്റെ അവൻ ചുമ്മാ നോക്കി, അപ്പനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. എന്താടാ ചിരിക്കുന്ന കൊരങ്ങേ? പപ്പ, ഈ വിളിച്ച പേരൊന്നും എനിക്ക് ചേരില്ല, അതൊക്കെ പപ്പയ്ക്കാ ചേരുള്ളൂ. എന്താടാ കാര്യം? പപ്പ, ഇത് കേരളത്തിലെ പട്ടിയല്ല, ഇത് ഹോളി ആഘോഷം കഴിഞ്ഞ് വരുന്ന വടക്കേ ഇന്ത്യയിലെ പട്ടിയാണ്. ഇപ്പൊ ആരാ കൊരങ്ങൻ? പാരാ മണ്ടൻ, മരമാക്കറി. അതാ പറഞ്ഞ് പിള്ളേരെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണ്. ഈ സൂര്യൻ കരിമ്പടം പോലെ കറക്കുമെന്ന് പറയുമ്പം സൂര്യൻ്റെ അകത്ത് ഒരു സെക്കൻഡിൽ 40 ലക്ഷം ടൺ ഭാരം വീതം കത്തി തീർന്ന ഹീലിയമായി മാറുന്നു. എല്ലാ പിള്ളേർക്കും അറിയാം. കാരണം ഞങ്ങളുടെ ഉപദേശിമാര് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സൂര്യന് അയനമുണ്ട്. സൂര്യൻ വെച്ച് പിടിച്ചിങ്ങനെ പോവുകയാണ്. അപ്പൊ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു, പെന്തിക്കോസിലെ ഉപദേശിമാരല്ലേ, കാക്കാശിന് വിവരമില്ല. ഒന്നാമത് ചിരിക്കുമ്പോൾ 4 ഉമിക്കരി
പല്ലിൻ്റെ മുൻവശത്തെ പല്ലിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവും. ഇവരൊക്കെ എന്ത് ശാസ്ത്രം പഠിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്? ഈ നോഗ പറഞ്ഞു മഴ വരാൻ പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവൻ്റെ തലയുടെ സ്ക്രൂ 1-2 ഇളകിയിട്ടുണ്ട്, എണ്ണ തേച്ച് കുളി 2-3 ഭംഗിയായി ചെയ്തിടുമെങ്കിൽ കുറേയൊക്കെ മാറും ഈ പറച്ചിലും. മനുഷ്യനായാൽ മണ്ടയിൽ തലച്ചോറ് വേണ്ടേ, വല്ല കുണ്ടാ മണ്ടിയും ഒപ്പിച്ചിടുമെന്നാണ് ഇയാൾ. പെന്തിക്കോസുകാരുടെ മേൽ കുന്തം ചാരാനാണ് നാട്ടുകാർക്ക് മുഴുവൻ താല്പര്യം. അവർക്ക് വിവരമില്ല, പറയുന്ന ഒന്നും ശരിയല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മുടെ ഉപദേശിമാർ ഒരു സൂര്യനയനമുണ്ട്, അവർ സമ്മതിച്ചില്ല. നമ്മുടെ ഉപദേശിമാരെ പറയാൻ കാരണം എന്നാണെന്നറിയാമോ? 19-ാമത്തെ സങ്കീർത്തനമാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനവന്റെ കൈവലിയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന്റെ വാക്ക് ഒഴിക്കുന്നു, രാത്രി രാത്രി കരി കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളിലെ ശബ്ദം കൽപ്പാനമില്ല, ഭൂണറ്റുന്നതിന് ഉദയം മറുവറ്റം വരെ അതിന് അയനവും ആകുന്നു. അയനം ഇംഗ്ലീഷിൽ സർക്യൂട്ട്. അതിന്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്നൊന്നുമില്ല. അതുമാണ് അവർ ഉൾപ്പെടുന്ന നമ്മുടെ വാളുതുല്യ വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. 2 വാക്കുകൾ ഹൈലൈറ്റ് ചെയ്യാം. 1 സർക്യൂട്ട്, 2 ഓട്ടം. അത് മതി ഞങ്ങൾക്ക്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് വിവരം ബോധമില്ലെന്ന് പറഞ്ഞാലും 19-ാം സങ്കീർത്തനത്തിനകത്ത് സർക്യൂട്ട് എന്നും ഓട്ടമെന്നും പറഞ്ഞതിനാൽ ഇതിന് അയനമുണ്ട്. കാലം മുന്നോട്ട് പോയി. ഇപ്പൊ ശാസ്ത്രം പറയുകയാണ് ശരിയാണ് കേട്ടോ. എന്തോന്ന് നമ്മൾ പറഞ്ഞു ശരിയാന്ന്. സൂര്യന് 2 വിധം അയനമുണ്ട്. 1 സ്വയം ഭൂമിയെ പോലെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു, 28 ദിവസം എടുക്കും. 2 ഈ സൂര്യനും ബുധനും വ്യാഴവും നെപ്റ്റ്യൂണും ശുക്രനും ശനിയും ഒക്കെ കൂടെ ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗത്തിൽ മക്കളെ എവിടോട്ട് പോകുന്നു? വടക്കോട്ട് പോകുന്നു. ഏത് വടക്ക്? ഏത് വടക്ക്? ഞങ്ങൾ പറഞ്ഞു വടക്കാണ് സ്വർഗം. അപ്പോഴും പറഞ്ഞു ഏത് വടക്ക് സ്വർഗം, ഏത് വടക്ക്? ഇപ്പം നിങ്ങൾ ചോദിച്ചു പാസ്റ്ററിന്റെ വീട് എവിടെ? അങ്കമാലി. ഓ വടക്കാണല്ലേ. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന അവിടെ വടക്കുന്ന, അതല്ല വടക്ക്. കേരളത്തിന്റെ സെൻട്രൽ പോയിന്റ് ആണ് കറുകുറ്റി. ഞങ്ങൾ പറയും നിലമ്പൂർ വടക്ക്, അവർ പറയും കാസർഗോഡാണ് വടക്ക്, അവർ പറയും മംഗലാപുരമാണ് വടക്ക്, അവർ പറയും വടക്കേ ഇന്ത്യയാണ് വടക്ക്. വടക്കേ ഇന്ത്യ ചെന്ന വടക്ക് തീരുവോ? ഇല്ല. അതുകൊണ്ടല്ലേ പഴമക്കാർ പറയുന്നത് മോളെ ഏറെ തെക്കോട്ട് പോകരുത്. എന്താ കാര്യം? വടക്ക് വശത്തെത്തും. അതാ സത്യം. ഏറെ തെക്കോട്ട് പോയാൽ എവിടെ എത്തും? വടക്ക് വശത്തെത്തും. ഇതിങ്ങനെ ഉരുണ്ടായിരിക്കുന്ന മക്കളെ ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്തിനാണ് സൂര്യൻ വടക്കോട്ട് പോകുന്നത്? ഉത്തരം വടക്കാണ് മക്കളെ സ്വർഗം. ആരോട് പറയാൻ? വടക്കാണ് സ്വർഗം. ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തെളിവ്. ഏതായി വടക്കെന്ന് പറയുന്നത്? ആകാശത്തിൽ നോർത്തേൺ നെബൂള എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, മിൽക്കി വേ ഇല്ലാത്ത, ക്ഷീരപഥങ്ങളില്ലാത്ത, നക്ഷത്ര കുഞ്ഞുപോലും ഇല്ലാത്ത, ഇതിഹാസങ്ങളും പുരാണങ്ങളും പറയുന്ന ആകാശഗംഗ ഇമാജിൻ ചെയ്ത ഒന്നുമില്ലാത്ത ശൂന്യമായി കിടക്കുന്ന ബ്ലാങ്കായി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേരാണ് നോർത്തേൺ നെബൂള. അവിടെ ഒരു നക്ഷത്രമുണ്ടെന്നാണ് നേവി വിദഗ്ധർ പറയുന്നത്. ആ നക്ഷത്രം ഏതാ ഞങ്ങൾക്കറിയാം. സ്വത്രം പറഞ്ഞു പറയട്ടെ. ഈ വടക്കാണോ സ്വർഗം? പണ്ട് കാലത്ത് ഇവിടെ കടലിൽ പോകുന്ന ആളുകൾക്ക് ദിശ മനസ്സിലാക്കുവാൻ ഒരു സാധനമില്ല. നിഴലാണ് നോക്കുന്നത്. നിഴൽ എവിടെയാണെങ്കിൽ സൂര്യൻ കിഴക്ക്, ഇവിടെയാണെങ്കിൽ അങ്ങനെ സമയം നോക്കുന്നത്. അന്ന് അവർ നോക്കിയതൊരു സാധനമുണ്ട്. പേര് തെക്ക് നോക്കി യന്ത്രം എന്നല്ല, വടക്ക് നോക്കി യന്ത്രം. എന്താണാവോ അതിന് വടക്ക് നോക്കി യന്ത്രം പേരിടാൻ കാരണം? ഉത്തരം 35 രൂപ കൊടുത്താൽ വടക്ക് നോക്കി യന്ത്രം കിട്ടും. വടക്ക് നോക്കി യന്ത്രത്തിന്റെ കാന്തസൂചികൾ ഉത്തര ധ്രുവത്തിലെ നക്ഷത്രങ്ങൾക്ക് അഭിമുഖമായി മാത്രമേ സ്ഥിതി ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ പേര് വടക്ക് നോക്കി യന്ത്രം. 35 രൂപ കൊടുത്താൽ കിട്ടുന്ന വടക്ക് നോക്കി യന്ത്രത്തിന്റെ കാന്തസൂചിക്ക് പോലും അറിയാം കാന്തൻ എവിടാ ഇരിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കാന്തയായ സഭയ്ക്കും അറിയാം കാന്തൻ എവിടാ ഇരിക്കുന്നെന്ന്. അതല്ലേ ഞങ്ങൾ കിഴക്കോട്ട് തിരിയാത്തത്? എവിടെ തിരിഞ്ഞാലും കാന്തൻ ഉണ്ടെന്ന് മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമി എങ്ങോട്ടാ ചരിഞ്ഞിരിക്കുന്നേ? കോന്നിക്കാരെ കാമന്ന് കിടന്ന് ചോദിക്ക, എങ്ങോട്ടാ ചരിഞ്ഞിരിക്കുന്നേ? ഭൂമി പറയും വടക്കോട്ട്. അല്ലേ മക്കളെ? വടക്കോട്ടല്ലേ ഭൂമി ചരിഞ്ഞിരിക്കുന്നത്? ആണ്. ചെരിവൽപ്പം കൂടിയാൽ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 കാര്യം സംഭവിക്കും. 1 തണുത്തുറഞ്ഞു കിടക്കുന്ന ചൊവ്വ പോലെയാകും. 2 തിളച്ചു പറയുന്ന ശുക്രൻ പോലെയാകും. ഈ മണ്ണ് കൊണ്ടാച്ചാ നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നേ. അതുകൊണ്ട് അധികം തിളച്ച് മറിയരുത്. ഇത്രേ നേരം സ്തോത്രം പറയാതെ തണുത്ത് ഉറഞ്ഞുമിരിക്കരുത്. 2ന്റെ ഇടയ്ക്ക് വേണം നിൽക്കാൻ. ഇനി ഭൂമിയോട് ചോദിക്കുക, എന്തിനാടാ വടക്കോട്ട്? അവൻ പറയും
എൻ്റെ പൊന്നച്ചാ, ഞാൻ ദൈവത്തെ ആരാധിക്കുകയാണെന്ന്. എന്താണ് ഈ ആരാധനയുടെ അർത്ഥം എന്നല്ലോ മനസ്സിലായോ? കൃതജ്ഞത നിറഞ്ഞ കവിയുന്നതാണ് ആരാധന. അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. സൃഷ്ടിതാവിന്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. ഒന്ന്, കൃതജ്ഞത നിറഞ്ഞ കവിയുന്നതാണ് ആരാധന. സഭായോഗം എപ്പോ തുടങ്ങും? 10 മണി. എപ്പോ തീരും? 1 മണി. നന്ദിയുള്ളവൻ, കൃതജ്ഞതയുള്ളവൻ എപ്പോ വരും? 9:45 വരും. എന്താ കാര്യം? 15 മിനിറ്റ് നന്ദി പറഞ്ഞേച്ച് വേണം ആരാധന തുടങ്ങാൻ. സ്വത്രം സ്വത്രം സ്വത്രം. അപ്പൊ നന്ദി കെട്ടവൻ എപ്പോ വരും? അവൻ ആരാധന തീരാൻ 15 മിനിറ്റ് ഉള്ളപ്പോഴെങ്കിലും വരും. അച്ഛൻ കൊള്ളാം. സ്വത്രം. അപ്പൊ നന്ദി, കൃതജ്ഞ നിറഞ്ഞ കവിയുന്നതാണ് ആരാധന. അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. നമ്മുടെയൊക്കെ യോഗത്തിന് ചെല്ലുമ്പോൾ ചെല്ലു പറയും, കൈ കൊടുത്ത് വെച്ച് പറ, ഇന്ന് മുതൽ ദൈവം തന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചിട്ടേക്കുമല്ലയോ? ചിരിച്ചു പറ. ഇപ്പൊ ചിരിച്ചു. ഒരു കണക്കിന് ചിരിക്കണം, കാരണം കണ്ടാൻ മിണ്ടുകല്ലാത്തവരൊക്കെയാണ് വന്നിരിക്കുന്നത്. ചിലരൊക്കെ പ്രസംഗം തുടങ്ങി മൊത്തത്തിൽ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ അംഗവിക്ഷേപങ്ങളുടെ ആകെ തുക കൂട്ടി നോക്കുമ്പോൾ ഒരു അംഗൻവാടിയാണോ ഇത് എന്ന് തോന്നിപ്പോകും നമുക്ക് ചിലപ്പം. ഇതെന്തിനാണ് ഈ പറയിപ്പിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്താണ് ആ പാസ്റ്റർ ഇങ്ങനെ 10 പ്രാവശ്യം സ്വത്രം പറയാൻ, നിങ്ങൾ എന്താ സ്വത്രം പറയാതിരുന്നത്? അപ്പോൾ ഒരു വിളി എന്നോട് പറയും, എൻ്റെ പാസ്റ്റർ അങ്ങേര് പറഞ്ഞ് കേൾക്കുമ്പോൾ വല്ലതും പറയാൻ തോന്നണ്ടേ? ചുമ്മാ കുറെ ഒച്ചെടുക്കണമെന്നല്ലാണ്ട് നമുക്കൊരു സ്വത്രം പറയാനുള്ളൊരു വകുപ്പ് പുള്ളി പറഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് പ്രസംഗിക്കുന്നവരെന്ന് വിചാരിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ സ്വത്രം പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ വെച്ചാ? വല്ല കാര്യമുണ്ടോ വെച്ചാ? ഒരു സോഡ കുടിച്ചും കൊമ്മളെ പൊങ്ങിവാ, കൊമ്മളെ പൊങ്ങിവാ പറയേണ്ട വല്ല കാര്യമുണ്ടോ? നീ കുടിച്ചത് നമ്പർ 1 സോഡയാണെങ്കിൽ അത് ഏതിലെങ്കിലും കൂടി പൊങ്ങി വന്നോളും. എല്ലാം മനസ്സിലായോ? അകത്ത് കിടക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർ ഇതിനകത്തുണ്ടെങ്കിൽ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർ ഇതിനകത്തുണ്ടെങ്കിൽ, അവരെ ആരും പ്രോത്സാഹിപ്പിക്കാതെ ആലയത്തിനകത്തും കാരാഗ്രഹത്തിനകത്തും ഹിന്ദുക്കൾ മഹാനദി തീരത്തിനകത്തും പത്മോസിന്റെ പാറപ്പുറത്തും മരുഭൂമിയിലും ഒരുപോലെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നവനാണ്. ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. വല്ല മനസ്സിലായോ? ഞങ്ങളുടെയൊക്കെ യോഗങ്ങളിൽ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല ഇല്ല. ഞാനാണെങ്കിൽ സാധനം എൻ്റെ ഇന്ന് വരെയുള്ള പ്രസംഗ വേദികളിൽ പള്ളിക്കകത്ത് ഇന്ന് വരെ സാധനത്തെ എക്കാണി കാണിച്ചിട്ടില്ല. വണ്ടിക്കകത്തിട്ട് പൂട്ടിയിട്ട് വരും, ചത്താൽ അവിടെ കിടക്കും. എന്നാ ഇതാ വൈബ്രേഷനൊക്കെ അടിക്കുമ്പോൾ നമുക്ക് നോക്കാനൊരു താല്പര്യം തോന്നുന്നു. വാട്സാപ്പിൻ്റെ കാര്യം പറയുകയും വേണ്ട. അടുപ്പത്ത് വെച്ച പാലും വാട്സാപ്പ് ഒരുപോലെയാണെന്ന് വാട്സാപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പൊക്കി തിളച്ച് മറിഞ്ഞു പോകും ചിലപ്പോൾ. സ്വത്രം. നമുക്ക് ഹൃദയം നമ്മളെന്താ ഇതൊന്നും ഉപയോഗിക്കാത്ത? എന്താ ഉപയോഗിക്കാത്ത? കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഇവിടുത്തെ ജോസാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ചാലക്കുടിയുടെ പിന്നെ MP വിളിച്ചല്ലേ, MLA വിളിച്ചിട്ട് റോജി ജോൺ വിളിച്ചിട്ട് പറയുകയാണ്, ജോയി പാർക്കിൽ ഫസ്റ്റാണ്. അതെ, ഞാൻ പെട്ടെന്ന് ജോസ് സാറിനെ കട്ട് ചെയ്യും. അപ്പം അന്നേരം ഞങ്ങളുടെ ബെന്നി ബെഹൻ MP വിളിച്ചാലോ റോജി ജോൺ MLA കട്ട് ചെയ്യും. അപ്പം സഖാവ് പിണറായി വിജയൻ വിളിച്ചാലോ ഞാൻ MP-നെ കട്ട് ചെയ്യും. അപ്പം നരേന്ദ്രമോദി വിളിച്ചാലോ ഒരു സംശയം വേണ്ട, ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയെ കട്ട് ചെയ്യും. ഈ വിളിക്കാൻ പോണയാൾ, സംസാരിക്കാൻ പോണയാൾ VIP ആണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നവർ ഞാൻ RIP ആക്കും. ഗെറ്റ് ഔട്ട്. കാരണം നമുക്ക് VIP ആയിട്ടാണ് കണക്ഷൻ. നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടണ്ട. ഇവിടെ 6:30 മുതൽ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയാമോ? ആരോടാ? പഞ്ചായത്ത് മെമ്പറിനോടല്ല, കേരള മുഖ്യമന്ത്രിയോടല്ല, ഭൂലോകം സൃഷ്ടിച്ച ദൈവം തമ്പുരാനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നിനക്ക് ആരുടെ കോളായി വേറെ വരുന്നത്? ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. സൃഷ്ടിതാവിന്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. എൻ്റെ അപ്പൻ്റെ പെങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ചട്ടയം കൊണ്ട് കൊടുത്താണ് പള്ളിയിൽ പോകുന്നത്. ഒരമ്മച്ചിയെ കണ്ടു, പക്ഷെ പുസ്തകം ഇങ്ങനെ പിടിച്ചോണ്ടേ പോകത്തുള്ളൂ. വന്ന മുഴുവൻ ഭാഷമാരെ പേരറിയാം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇവിടെ PhD ഉള്ളവരും വഴിയിൽ കാണുന്ന ദൈവത്തിന് മുൻപാകെ ടാർ റോഡിൽ മുട്ടുകുത്തി നിൽക്കും. അവന് PhD കിട്ടിയത് വലിയ ഗവേഷണ യാതൊരുമുള്ളത് കൊണ്ടാ. പക്ഷേ മുട്ടുകുത്തിക്കുന്ന ഈ ദൈവത്തിന്റെ അഡ്രസ് അവൻ അറിയാൻ മേല. എന്നാലും പോയി മുട്ടുകുത്തി നിൽക്കും. എവിടാ ഈ ദൈവം ഉണ്ടായതെന്ന് പുള്ളിക്ക് അറിയത്തില്ല.
പക്ഷെ ഞങ്ങളുടെ ആ ഇരിക്കുന്ന അമ്മച്ചി ഉണ്ടല്ലോ, എൻ്റെ അമ്മായി ഉണ്ടല്ലോ, എൻ്റെ അമ്മായിക്ക് പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലെങ്കിലും PhD-കാരൻ മുട്ടുകുത്തിയ സ്ഥലത്ത് അമ്മായി മുട്ടുകുത്തത്തില്ല. എൻ്റെ അമ്മായി മുട്ടുകുത്തണമെങ്കിൽ, പെന്തക്കോസ്തിലെ അമ്മച്ചിമാരെ മുട്ടുകുത്തണമെങ്കിൽ PhD-കാരൻ മുട്ടുകുത്തത്തില്ല. വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ മുട്ടുകുത്തത്തുള്ളെന്ന് ആര് എന്നാ പറഞ്ഞാലും സൃഷ്ടിതാവിന്റെ മുൻപിലല്ലാതെ ഞങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കണം. സൂര്യൻ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. എവിടെ പോവാണ്? സ്വർഗത്തിലേക്ക് പോവാണ്. എവിടെ സ്വർഗം? ശാസ്ത്രം പറഞ്ഞു അവിടെ ഏതാണ്ടൊക്കെ കാണുന്നുണ്ട്. ആനക്കൊമ്പിന് സമാനമായ വെണ്മ പോലെ, സ്ഫടികം പോലെ ഒരു തടാകം, ഏതോ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന കമനീയമായ കവാടം പോലെ ഒരു ഗേറ്റ്. ഒക്കെ അനുമാനമാണ്. അനുമാനിച്ചോ? 300 പേജ് പിന്നിടുമ്പോൾ 318 പ്രാവശ്യം ഡാർവിൻ പറഞ്ഞു അങ്ങനെയാകാം, എങ്ങനെയാകാം, അങ്ങനെ ഊഹിക്കുന്നു, ഇതാകാം ശരി. 1001 അധ്യായം പിന്നിടുമ്പോൾ യഹോവ ഒറ്റ സ്ഥലത്തും അനുമാനിച്ചിട്ടില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അതിന് അപ്പീലില്ല. യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളോ, സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അതിന് അപ്പീലില്ല. സ്തോത്രം. എങ്ങോട്ട് പോവുകയാണ് ഇത് പ്രിയപ്പെട്ടവരെ? അതാണ് നോർത്തേൺ നെബൂള. ഈ നോർത്തേൺ നെബൂളയിൽ എന്തായിരിക്കുന്നത്? അവർ പറയാണ് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ വേദപുസ്തകത്തിന്റെ അകത്ത് അവരുടെ ദൈവമായ യേശു ക്രിസ്തു പണിയാമെന്ന് പറഞ്ഞ് സ്വർഗരാജ്യമായിരിക്കുമോ അതെന്ന് ചോദിച്ചുകൊണ്ടാണ് 77 ശാസ്ത്രലോകം ബൈബിളിന്റെ ദൈവവിശ്വാസീയത അംഗീകരിച്ചത്. 1349 ഗ്രാം തൂക്കമുള്ള തലച്ചോറ് കൊണ്ട് കോടികൾ മുടക്കി ഒരു സ്വർഗരാജ്യമുണ്ടെന്ന് ശാസ്ത്രം ഗതികെട്ട് സമ്മതിക്കേണ്ടി വരുമ്പോൾ പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത ദിദിമോസ് എന്ന തോമസിനോട് യേശുക്രിസ്തു പറഞ്ഞു, തോമാച്ചായ, കാണാതെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. ഈ പുസ്തകം എടുത്തവർക്കും ഇത് പ്രസംഗിച്ചവർക്കും തെറ്റുപറ്റത്തില്ല. ഞങ്ങൾ തിരുത്തി പറയേണ്ടി വരില്ല. ഞങ്ങൾ പറഞ്ഞു രക്ഷിക്കപ്പെടണം, ഞങ്ങൾ പറഞ്ഞു സ്നാനപ്പെടണം, ഞങ്ങൾ പറഞ്ഞു ആരാധിക്കണം. അന്യഭാഷയുണ്ട്, അഭിഷേകമുണ്ട്. ആര് കേൾക്കാൻ? അന്യഭാഷയ്ക്ക് പറഞ്ഞു അന്യായ ഭാഷ, മറുഭാഷ. കളിയാക്കി വിളിച്ചതാ. വെണ്ടയ്ക്ക, കത്തിരിക്ക, കോവയ്ക്ക നമ്മൾക്ക് വേണ്ടിട്ടതാണ്. കോട്ടയം അരമനയിൽ പ്രാവിൻ രൂപം തലകീഴായി കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് പെന്തിക്കോസ്തുകാരെ അധിക്ഷേപിച്ചു ഇവിടുത്തെ പട്ടൊത്ത സഭകൾ. കാലങ്ങൾ കഴിഞ്ഞു. ഞാൻ താമസിച്ച ആലക്കുടി മുരുങ്ങൂരാണ് പോട്ട. ഇവിടത്തെ ആളുകൾ അവിടെ വന്ന് ഒരാഴ്ച എയർബാഗും യൂണിയനുമായിട്ട് വന്ന് അവിടെ നിന്ന് തച്ചിനിരുന്ന് ഒരാഴ്ച ധ്യാനം കഴിയുമ്പോൾ അവൻ പഠിക്കുന്ന വാക്കാണ് യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. അത്രയും ഒപ്പിച്ചെടുത്തല്ലോ. പിന്നെ കടമുടാന്നാൽ അന്യഭാഷയും അല്ല. ഈ എയർബാഗുമായി അവിടം വരെ വരണമായിരുന്നു. ഞങ്ങൾ പറഞ്ഞ കേട്ടോണ്ട് ഈ കുമ്പനാട് പോയി ഒരു തമ്പേർ മേടിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ പണ്ടേ പൊട്ടിച്ച് പറയായിരുന്നല്ലോ. അതാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ മുഴുവൻ ഉപദേശവും നിങ്ങൾ സ്വീകരിക്കുന്ന കാലം വരുമെന്ന് ഇന്ന് പകൽ ഞങ്ങൾ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഇതൊരു ഉണർവിന്റെ കാലഘട്ടമാണ്. മാളിക മുറിയിൽ 120 പേരുടെ മേലെങ്കിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും അവന്റെ ആത്മാവിനെ അവൻ പകരും. സമയം പോരല്ലോ പ്രിയപ്പെട്ടവരെ. ഈ അവിടെ പറയുന്നു, അവിടെ എന്താ കാണുന്നത്? എനിക്കൊക്കെ ഉത്തരം പറയാൻ നേരമുണ്ട്. കാരണം അവിടെക്കാൾ നിങ്ങൾ പറയുന്ന പോലെ ഏതോ കൊട്ടാരത്തിന്റെ കാര്യമൊന്നുമല്ല കാണുന്നത്. അവിടാണ് സ്വർഗം. നമ്മുടെ ഇന്ത്യൻ കറൻസി എടുത്ത് നോക്കിയാൽ ഒരു ഭാഗത്ത് ബ്ലാങ്കായി കിടക്കുന്ന സ്ഥലമില്ലേ, വെള്ള ഉണ്ട്. തിരിച്ചു പിടിച്ച വലതു ഭാഗത്തോട്ട് വരും. നമ്മുടെ ആളുകൾ എന്തൊക്കെ എഴുതിയിട്ട് അതിനകത്ത് കൊന്നിലെ പച്ചക്കറി കിടക്കാൻ എഴുതി കൊച്ചാമണി 40 തരാനുണ്ട്. അവിടെ എഴുതി വെച്ചേക്കണേ. പിള്ളേരെ സ്ട്രോബെറി കുടിക്കാൻ കയറിയപ്പം ചേട്ടാ 2 സ്ട്രോബെറി വരുന്നവരെ അവിടെയാണ് ആദ്യം വരച്ച് അമ്പും കുത്തി തറച്ച് വെച്ചോണ്ടിരിക്കുന്നത്. ബാങ്കിലെ കാശിലും പെൻസിലുണ്ട് എഴുതി വെച്ചു 70 എടുത്തിട്ടുണ്ട്. എല്ലാം അതിനകത്താ കലാപരമായ കളി. നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞു തൊട്ടുപോകരുത്. അവിടെ എന്താ കാര്യം? പിടിച്ചു നോക്ക. നോട്ടിങ്ങനെ മേലോട്ട് പിടിച്ചു നോക്കുമ്പോൾ ആ വെള്ളയിലാണ് ആരുടെ തലയുള്ളത്? മഹാത്മാഗാന്ധിജിയുടെ ശിരസുള്ളത്. നിങ്ങൾ ഈ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാ കേട്ടിട്ടില്ലേ? ഇത്ര നേരം പെൻസിലുണ്ട് ചൊറിഞ്ഞത് ആരുടെ തലയെന്നറിയാമോ? കൂരിക്ക തലയിലല്ല, മഹാത്മാ രാഷ്ട്രപിതാവിൻ്റെ തലയാണ് ചൊറിഞ്ഞുകൊണ്ടിരുന്നത്. ചൊറിയരുന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. താഴോട്ട് നോക്കി ഒന്നും കാണില്ല. അന്നും ഇന്നും താഴോട്ട് നോക്കിയാൽ ഒന്നും കാണില്ല മക്കളെ. വല്ലതും കാണണമെങ്കിൽ മേലോട്ട് നോക്കാം. വചനമെന്ന കണ്ണാടിയിൽ കൂടെ ഞങ്ങൾ ഈ ശാസ്ത്രം പറഞ്ഞ നോർത്തേൺ നെബൂളയിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് അവിടെ ഒരു ശിരസ്.
ആരുടെ ശിരസാണെന്നറിയാമോ? നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധിയുടെ മരണം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിലും ആ ശിരസ് ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഇന്ദിരാ പ്രിയദർശിനി സ്വയം അംഗരക്ഷകരെ വെടിയേറ്റാൻ മരിച്ചത് ആ ശിരസ് ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. 548 സാക്ഷികളെ വിസ്തരിച്ച ശ്രീ പെരുമ്പത്തൂരിൽ മരിച്ച സ്ഫോടനാത്മകമായി മരിച്ച രാജീവ് ഗാന്ധിയുടെ മരണം ഇവിടുത്തെ രാജ്യത്ത് തീരാ നഷ്ടമാണെങ്കിലും ആ ശിരസും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. വറചട്ടിയിൽ വാരി ഉണ്ണുന്ന പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നിഷേധിച്ച വിപ്ലവത്തിന്റെ വിത്തുപാകിയ വിൽബർ ഫോഴ്സ് അമേരിക്കയിൽ വെടിയേറ്റാണ് മരിച്ചത്. ആ ശിരസും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. ആ നിയമം അമേരിക്കൻ പാർലമെന്റിൽ വരുത്തി തീർത്ത അമേരിക്കക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ വെടിയേറ്റാണ് മരിച്ചത്. ആ ശിരസ് ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. ജോൺ എഫ് കെന്നഡി വെടിയേറ്റാ മരിച്ചത്. ആ ശിരസ് അവിടെ കണ്ടിട്ടില്ല. ഇവിടത്തെ തിക്രത്തിന്റെ അരമനയിൽ നിന്ന് പരസ്യമായി നിങ്ങൾ പിടിച്ചെടുത്ത് രഹസ്യമായി തൂക്കിക്കൊന്ന സദ്ദാം ഹുസൈന്റെ മരണം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിലും ആ ശിരസും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. വർഷം തോറും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വിപ്ലവത്തിന്റെ വിത്തുപാകിയ നിരവധി രാഷ്ട്രീയ കക്ഷികൾ 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുരുന്നുകളെ രക്തസാക്ഷികളാക്കി മാറ്റിക്കൊണ്ട് രക്തസാക്ഷി മണ്ഡപം പണിതുകൊണ്ട് വെയിറ്റിംഗ് ഷെഡുകളിൽ മുഴുവൻ തലകൾ കെട്ടിത്തൂക്കിയിടാറുണ്ടല്ലോ ഓർമ്മയ്ക്കായി. ഈ കുഞ്ഞുങ്ങളുടെ മരണവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിലും ആ ശിരസുകൾ ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. പകരം ഞങ്ങൾ കണ്ടിട്ടുണ്ട് മറ്റൊരു ശിരസ്. 2000 വർഷം മുൻപ് വേഷത്തിൽ മനുഷ്യനായി താണ ലോകത്തിലേക്ക് വന്ന് 33.5 വർഷക്കാലം ജീവിച്ച് 3.5 വർഷം കൊണ്ട് 35 അത്ഭുതങ്ങൾ ചെയ്ത് കടലിൽ, കരയിൽ, വീട്ടിൽ, വഴിയിൽ, ശവക്കോട്ടയിൽ 6 സ്ഥലത്ത് 35 അത്ഭുതങ്ങൾ ചെയ്ത് കണ്ണിൽ കണ്ടവരെ, കയ്യിൽ കിട്ടിയവരെ പ്രതിഫലിച്ചു കൂടാതെ ദാനമായി ദാനധർമ്മങ്ങൾ നൽകി പിലാത്തോസിന്റെ നല്ല സ്വീകാര്യം കഴിച്ച ഗെത്സമന തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് വരിക്കപ്പെട്ട് 6 കോടതികൾ തിരിച്ചും മറിച്ചും തിരിച്ചും വിസ്തരിക്കപ്പെട്ടിട്ട് കുറ്റമില്ലെങ്കിലും പിലാത്തോസ് കൽത്തള മുതൽ കാൽവരി വരെ, ഗബ്ബത്ത മുതൽ ഗോൽഗോഥ വരെ ചരിത്രം പറയുന്നത് ശരിയെങ്കിൽ 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീണും എഴുന്നേറ്റും നിങ്ങൾ തുപ്പിമർദ്ദിച്ച് അവശനാക്കി വിരൂപനാക്കി കാൽവരി കുന്നിലേക്ക് നടത്തിയ, ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ കുടിവെള്ളം പോലും കൊടുക്കാതെ ക്രൂശിൽ സ്വന്തം തോളിൽ തലയാഴ്ച മരിച്ച് പോരാ അരിമത്യക്കന യോസേഫിന്റെ കല്ലറ നിങ്ങൾ അടക്കം ചെയ്ത പോരാ കല്ലറയുടെ കവാട ബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെ തകർത്തുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെ തകർത്തുകൊണ്ട് കണ്ണിൽ ജാഗ്രത, കയ്യിൽ ആയുധം, റോമൻ പടയാളികളെ തോൽപ്പിച്ചുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ന്യായപ്രമാണ വിധിയെ തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന കാന്തയായ ദൈവസഭയെ ചേർക്കുവാൻ വാനമേഘങ്ങളെ തേരാക്കി വരുവാൻ പോകുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യമാണ് സ്വർഗരാജ്യം. അതാണ് അവിടെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അത് അവിടെ കണ്ടോണ്ടിരിക്കും. ഈ സൂര്യൻ കരിമ്പട പോലെ കറുക്കും. 40 ലക്ഷം ടൺ ഭാരം വീതം അങ്ങനെ കത്തി തീരുമ്പോൾ നിങ്ങൾ ചോദിക്കും, സൂര്യൻ കത്തിയ പിന്നെ ഇവിടെ വല്ലതും ഉണ്ടാവോ? പക്ഷെ ഉണ്ടാവണ്ട. കോന്നി സിറ്റിയിലോട്ട് ചെല്ല്, ഇപ്പൊ അവിടെ ആയിരക്കണക്കിന് ബൾബുകൾ തെളിഞ്ഞു കിടക്കുക, ഹാലജൻ ബൾബുകൾ. എന്തിനാണെന്നറിയാമോ? അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന, കോന്നിക്ക് പോകുന്ന, കല്ലേരിക്ക് പോകുന്ന വഴിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നാളെ നേരം വെളുത്ത 10 മണിയാകുമ്പോൾ ബൾബ് ഉണ്ടാവും അവിടെ. എന്താ കാര്യം? ഒറിജിനൽ സൂര്യൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന്റെ ആവശ്യമില്ല. ഇന്ന് കാണുന്ന സൂര്യനേക്കാൾ 100 മടങ്ങ് വലിപ്പമുള്ള സൂര്യനുണ്ട്. പേര് ആർക്കിയോൺ. 1,86,000 മൈൽ വേഗത്തിൽ പ്രകാശം സഞ്ചരിച്ചിട്ടും ഇതുവരെ ആ പ്രകാശം ഇവിടെ വന്നിട്ടില്ല. ഇനി ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിന് 375 പേരുണ്ട് ബൈബിളിൽ. അതിൽ ഒരു പേര് മാത്രം പറയാം. മലാക്കി 4-ാം അധ്യായം, രോഗോപശാന്തിയോടുകൂടെ അവൻ നീതി സൂര്യനായി വീണ്ടും വരും. യേശുക്രിസ്തു വീണ്ടും വന്നു കഴിഞ്ഞാൽ ഈ സൂര്യന്റെ ആവശ്യമില്ല. ഞാൻ 2-ാമത്തെ കാലത്തിലേക്ക് വരിക. ചന്ദ്രൻ കരിമ്പടം പോലെ, രക്താംബരം പോലെ പോകും. ഞാനത് നിർത്തുക, നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് നിർത്തിത്തരാം. ഇതാണ് ചന്ദ്രൻ. ചന്ദ്രൻ എന്ത് സംഭവിക്കും? സൂര്യൻ കരിമ്പടം പോലെ കറക്കും, ചന്ദ്രൻ രക്തതുല്യമായി. ഈ ചന്ദ്രനെ കുറിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നറിയുമോ? ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗോളമാണ് ചന്ദ്രൻ. അപ്പം സൂര്യൻ്റെ പ്രകാശം ഏറ്റെടുത്ത റിഫ്ലക്ഷൻ നൽകുകയാണ് പ്രതിബിംബം. അപ്പം സൂര്യൻ ഇല്ലെങ്കിൽ ആരില്ല? അതായി പറഞ്ഞത്. അപ്പം സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ എന്തില്ല ഇവിടെ? ഇപ്പം ഇന്ന് രാത്രി യോഗം തിരിയുക, നിങ്ങൾ വീട്ടിൽ പോവുക, എന്തോ പറഞ്ഞോണ്ടാ പോകും. നമ്മളെന്തോ പറയാം? ആണുങ്ങൾ എന്തോ പറയാം? ഗുഡ്
നൈറ്റ്. നിങ്ങളെന്താ പറയും? ബാക്കി നാളെ പറയാം. രണ്ടും വ്യത്യാസമുണ്ട്. അവരങ്ങനെ പറയും, നമ്മളിങ്ങനെ പറയും. എന്താണ് ഈ നമ്മൾ ഈ 9:30 ഗുഡ് നൈറ്റ് പറയുന്നത്? സൂര്യൻ ഇല്ലാത്തതുകൊണ്ടാണ്. സമ്മതിക്കാമോ? ആരോട് പറയാം? നാളെ നേരം വെളുത്ത് 9:30 സൂര്യൻ ഉദിച്ചിട്ടില്ല, അപ്പോൾ ഗുഡ് മോർണിംഗ് പറയൂ. നാളെ നേരം വെളുത്ത് 9:30 സൂര്യൻ വന്നിട്ടില്ല, അപ്പോൾ ഗുഡ് മോർണിംഗ് പറയൂ? ഇല്ല. അപ്പൊ സൂര്യൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല എന്നറിയാമോ? ബൈബിൾ പറയാം, പകൽ വാഴുവാൻ വലിയ വെളിച്ചം, രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചം. അവ നിങ്ങൾക്ക് കാലങ്ങൾ, ദിവസങ്ങൾ, വേനൽ, മഴ, ശീതം, ഉഷ്ണം, വിത, കൊയ്ത്ത് തിരിച്ചറിയാനാണ്. 104-19 വാക്യം. സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു, ചന്ദ്രനെ അവൻ കാല നിർണയത്തിനായി നിയമിച്ചു. അപ്പോ സൂര്യനും ചന്ദ്രനുമാണ് കാലങ്ങൾ ഉള്ളത്. സൂര്യമാനവർഷം, ചന്ദ്രമാനവർഷം, ഹിജറവർഷം, ശകവർഷം, മലയാളം, ജൂലിയൻ കലണ്ടറൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഇനി പഴയമത്തിലെ വെളിപ്പാട് പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. അതിൽ പറയാണ്, ദാനിയേലേ പോയിക്കൊള്ളുക. അടുത്ത വാക്ക് പറ. കാലത്തിന് അവസാനമുണ്ടാകും. പുതിയമം കാലം തികവെങ്കിൽ ക്രിസ്തു ജനിച്ചു. യോഹന്നാൻ ക്രിസ്തു പ്രസംഗിച്ചു, കാലം തികഞ്ഞു. മാനവജാതിയോട് സംസാരിക്കുവാനുള്ള അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട്. അതിനകത്ത് പറയാണ്, ഇനി കാലങ്ങൾ ഉണ്ടാവുകയില്ല. എല്ലാം മനസ്സിലായോ? സൂര്യനും ചന്ദ്രനും ഇല്ലാതായാൽ മറ്റൊരു കാലം ഇവിടെ വരും. ഏത് കാലം? ഏത് കാലം? സെക്കൻഡുകൾ ഇല്ലാത്ത, മിനിറ്റുകൾ ഇല്ലാത്ത, മണിക്കൂറുകൾ ഇല്ലാത്ത, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ ഇല്ലാത്ത, 1, 2, 3, 4 ആഴ്ചകൾ ഇല്ലാത്ത, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഡിസംബർ മാസങ്ങൾ ഇല്ലാത്ത, 2021, 20 വർഷങ്ങൾ ഇല്ലാത്ത, 20, 21 നൂറ്റാണ്ടുകൾ ഇല്ലാത്ത, സഹസ്രാബ്ദങ്ങൾ ഇല്ലാത്ത, കാലങ്ങൾ ഇല്ലാത്ത, കാലഘട്ടങ്ങൾ ഇല്ലാത്ത, ഋതുക്കൾ ഇല്ലാത്ത, ഋതുഭേദങ്ങൾ ഇല്ലാത്ത കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതിയൊരു യുഗം വിരിയും. തിരികെ വരാതെ കരമടിച്ചു പറ, നിത്യതയിൽ ഞങ്ങൾ മറയും. സൂര്യൻ കരിമ്പടം പോലെ കറക്കും, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും, നക്ഷത്രം താഴെ വീഴും. ഒറ്റ വാക്കുകൂടെ വായിച്ചു നിർത്താം. വെളിപ്പാട് 8:10 വായിച്ചു നിർത്താൻ കേട്ടോ. വെളിപ്പാട് 8:10. നിങ്ങൾ പുസ്തകമൊക്കെ സിബൊക്കെ ഇട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഇടാത്തവരുണ്ടെങ്കിൽ വായിക്കാം. അതോടെ പറഞ്ഞു നിർത്താം. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന നക്ഷത്രം വന്ന് വീഴും. ആരോട് പറയാൻ? നിങ്ങൾക്ക് ഇപ്പൊ തീർക്കണ കാര്യമുള്ളൂ. ഞാൻ 9 മണിക്ക് നിർത്തിയേനെ. 9 മണിക്ക് അങ്ങോട്ട് പാസ്റ്റ് നിർത്തണം, ഒരു കൃത്യനിഷ്ഠയില്ലാത്തവനാണെന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങളിവിടെ 6:30 വന്നവരല്ലോ ആണോ? പിന്നെ എത്ര നിർബന്ധം പിടിക്കുന്ന കാര്യം? ഒരു മര്യാദ വേണ്ടേ? ഇങ്ങോട്ട് പറഞ്ഞാതെ കണ്ടീഷൻ അങ്ങോട്ടും വേണ്ടേ? നിങ്ങൾ എപ്പോഴാ വന്നേ? 6:30 വന്നവർ ഇവിടെ ഇരിക്കുക. ഞാനിവിടെ 6:30 ഉണ്ടാ. അല്ലാത്തവർ എഴുന്നേറ്റ് പോ. അപ്പൊ ന്യായം വേണ്ട എല്ലാത്തിനും. എന്നാലും ഞാൻ ആദ്യമായിട്ട് വരികയല്ലേ, ഇനിയും വിളിക്കണമല്ലോ. അത് ഇപ്പൊ നിർത്താം. നക്ഷത്രം പെരുങ്കാറ്റ് ഉതിർത്താൻ ദീപം പോലെ ജ്വലിക്കുന്ന നക്ഷത്രം താഴെ വരുമെന്ന് നിങ്ങൾക്കൊരു ഉത്സാഹം തോന്നും. ദീപം പോലെ ജ്വലിക്കുന്ന നക്ഷത്രമല്ലേ സാറേ, വലിയ കുഴപ്പമില്ല. ഏത് ദീപം? ദീപം ആ ദീപമല്ല, ഈ ദീപം. ഉഗ്രസ്ഫോടക ശേഷിയുള്ള TNTയുടെ 100 മടങ്ങ് എടുത്താൽ കിട്ടുന്നതിൻ്റെ വലിപ്പം എത്രയാണോ അതിൻ്റെ 100 ഇരട്ടിക്ക് പറയുന്ന പേരാണ് ദീപം. അങ്ങനത്തെ മലയാള വാക്കാത്. വേറെ വാക്ക്, കണ്ണിമയ്ക്കുന്നതിനിടയിൽ. അങ്ങനല്ലേ? എന്നാണെങ്കിൽ അങ്ങനെ എഴുതുവോ? എഴുതൂല. എന്താ കാര്യം? അന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒന്നും നടക്കൂല. ഇന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിലാണ് എല്ലാ കോപ്രായങ്ങളും ഒപ്പിക്കുന്നത്. ഇതൊരു സെക്കൻഡ്. ഈ ഒരു സെക്കൻഡിന്റെ 700ൽ ഒരു അംശത്തിനാണ് നമ്മുടെ സ്പ്രിന്റ് റാണി PT ഉഷയ്ക്ക് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടാതെ പോയത്. ചിന്തിക്കാൻ പറ്റുമോ? ഒരു സെക്കൻഡിന്റെ 700ൽ ഒരു അംശം. ചിന്തിക്കാൻ പറ്റില്ല. ഒരു തലമുടി നാരിഴ 42 കീറി ഒരുത്തൻ ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആരോട് പറയാം? മറ്റേ ഇരിപ്പ് കണ്ടാൽ അതൊന്നും വലിയ അത്ഭുതമല്ല പക്ഷേ. ഞങ്ങൾ 44 കീറും. വെണ്ടയ്ക്ക മുറിക്കുന്ന പോലെ വട്ടമല്ല, നീളമാണ്, നീളം. മനസ്സിലായോ? ഇരിപ്പ് കണ്ടാൽ വലിയ സർക്കാർ ഒരു ചാൺ നീളമുള്ള തലമുടി ചോറിനകത്ത് കിടന്നാൽ കാണാനുള്ള കഴിവുണ്ടോ നമുക്ക്? ഇല്ല. അതുകൊണ്ടല്ലേ തൊണ്ടയിൽ നിന്ന് എടുക്കുന്നത്. ഇത് എവിടെ കിടന്ന സാധനമാണ്. ഞാൻ നിർത്താണ് പ്രിയപ്പെട്ടവരെ. ഒറ്റ വാക്ക് പറയാം. ഈ ഭൂമിക്ക് അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ
ഇന്ന് കണ്ടുപിടിച്ച അത്യന്താധുനികമായ സംവിധാനങ്ങളുടെ 100 ഇരട്ടി വലിപ്പമുള്ള ഒരു ഉപഗ്രഹമോ മിസൈലോ എന്തെങ്കിലും കണ്ടുപിടിച്ച് അതിനകത്ത് കയറിയിരുന്നാൽ ഭൂമിക്ക് അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ 14,000 വർഷമെടുക്കും. എത്ര വർഷം? കേട്ടോളണം. പക്ഷേ ഈ 50 കൊല്ലം കഴിഞ്ഞ് 4 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പായാൻ കഴിയുന്ന അത്യന്താധുനികമായ യന്ത്രം കണ്ടുപിടിച്ച് അതിനകത്ത് കയറിയിരുന്ന ശാസ്ത്രം അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലുമ്പോൾ 14,000 കൊല്ലമെടുക്കും. 8ാമത്തെ 10ാമത്തെ തലമുറ പോലും ചെല്ലത്തില്ല. പക്ഷേ കോന്നിയിൽ ഇന്ന് രാത്രി കാത്തിരിക്കുന്ന സഭ നക്ഷത്രഗോളത്തിലേക്കല്ല പോകുന്നത്. നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്ത് 1000 കോടി നക്ഷത്രങ്ങളെ താണ്ടി സ്വർഗത്തിൽ ചെല്ലാൻ കണ്ണിമയ്ക്കുന്ന ഞൊടി നേരത്തിനുള്ളിൽ സഭ സ്വർഗത്തിൽ ചെല്ലുമെന്ന്